Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hazna idha shi'ta sahla. Alhamdulillah. നമ്മൾ നാലാമത്തെ സെഷനിലാണ് ബിയോണ്ട് സാറ്റേഷൻ തദബ്ബറിന്റെ ബേസിക്സ് എന്നൊക്കെ നമ്മൾ ലേശം മുന്നോട്ട് വന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിങ്ങനെ അതിന്റെ ഒരു ഫീൽഡിലേക്ക് പോകണം. അതായത് കഴിഞ്ഞ ഫസ്റ്റ് 2 സെഷനിൽ നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യായിരുന്നു. മൂന്നാമത്തെ സെഷനിൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ പ്രിപ്പറേറ്ററി സ്റ്റെപ്സ്, നമ്മളെ മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ, ശാരീരികമായിട്ടുള്ള പ്രിപ്പറേഷൻ, അതിനെടുക്കേണ്ട ആക്ഷൻസ്, ടിപ്സ്, കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് അതായത് പ്രോസസ്സിനെ ഒന്ന് തുടങ്ങി വെച്ചു അല്ലെ. ഒരു ഈഗിൾ ഐ വ്യൂ, ഒരു തോട്ടത്തിന്റെ മേലെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂവിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ആ ഒരു ഫീലിംഗിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, കുറച്ച് നമ്മളത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അതിന്റെ ഓരോ രീതികൾ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ച 2 കാര്യങ്ങളുണ്ടായിരുന്നു. സൂറ യൂസുഫിന്റെ ആ ഒരു മിറർ സ്ട്രക്ചറും പിന്നെ സൂറ ബഖറയുടെ ആ ഒരു തീമുമായിട്ടുള്ള കണക്ഷൻസും ഒക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇന്ന് നമുക്ക് അതിനെ രണ്ടിനെയും ഒന്ന് ആദ്യം കാണാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള എക്സ്പീരിയൻസിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും മാനസികമായിട്ട് അതിനു വേണ്ടി തയ്യാറായിട്ടിരിക്കാം. അപ്പൊ ആദ്യം നമുക്ക് സൂറ യൂസുഫിന്റെ മിറർ സ്ട്രക്ചർ ഒരു വീഡിയോയിലൂടെ കാണാം. സ്ക്രീനിലേക്ക് നോക്കുക ഇൻഷാ അല്ലാഹ്. മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കാൻ ഞാൻ അതിന്റെ കൂടെ വായിച്ചിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറ യൂസുഫിന്റെ അത്ഭുതകരമായ മിറർ റിഫ്ലക്ഷൻ സ്ട്രക്ചർ. മിറർ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു സാധനം മിററിലേക്ക് കാണുമ്പോൾ അതിന്റെ നേരെ പ്രതിഫലനം പോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാം അല്ലെ. അതുപോലെ സൂറ യൂസുഫിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ നിങ്ങൾ വേറെ പല സ്ഥലങ്ങളിലും അത് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഈവൻ സൂറ യൂസുഫിലും മാത്രമല്ല, സൂറ ഫാത്തിഹയിലും ഈവൻ ആയത്തുൽ കുർസിയിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു റിഫ്ലക്ഷൻ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ നമ്മൾ സാമ്പിൾ ആയിട്ട് സൂറ യൂസുഫിന്റെ ആ ഒരു സ്ട്രക്ചറാണ് കാണാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തുടങ്ങുന്നത്. നിനക്ക് നാം ഏറ്റവും നല്ല ഒരു കഥ വിവരിച്ചു തരികയാകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ കഥയുടെ ആദ്യ പകുതിയിൽ ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ സെന്ററിലേക്ക് നീങ്ങി വരുന്നത് കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ നേരെ അതിന്റെ റിഫ്ലക്ഷൻ പോലെ ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പ്രതിഫലനങ്ങളാണ് അപ്പുറത്ത് കാണുന്നത്. ഓക്കെ, ഭയങ്കര ഒരു ഭംഗിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആദ്യം ഫസ്റ്റ് ഹാഫ് കഥയുടെ ആദ്യത്തെ പകുതി കാണാം. യൂസുഫ് അലൈഹിസ്ലാം ഒരു സ്വപ്നം കാണുന്നു. സഹോദരന്മാര് യൂസുഫ് അലൈഹിസ്ലാമിനെതിരെ പദ്ധതി തയ്യാറാക്കുന്നു. യൂസുഫ് അലൈഹിസ്ലാം തട്ടിക്കൊണ്ടുപോകപ്പെടുകയും കിണറ്റിലിടപ്പെടുകയും പിന്നീട് അടിമയായി വിൽക്കപ്പെടുകയും ചെയ്യുന്നു. ഈ കളേഴ്സ് കൊടുത്തതെന്നു വെച്ചാൽ ഇതിന്റെ റിഫ്ലക്ഷൻ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കാണുമ്പോൾ സെയിം കളറിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിനൊരു ഉദ്ദേശമുണ്ട് ഇൻഷാ അല്ലാഹ്. തുടർന്ന് അസീസിന്റെ ഭാര്യ യൂസുഫ് അലൈഹിസ്ലാമിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. നഗരത്തിലെ ഉന്നത കുടുംബങ്ങളിലെ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്ലാമിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു. യൂസുഫ് അലൈഹിസ്ലാം ജയിലിലാകുന്നു. ഓക്കെ, രാജാവ് ഒരു ദുരൂഹമായ സ്വപ്നം കാണുന്നു. അപ്പം അത്രയാണ് കഥയുടെ ഫസ്റ്റ് ഹാഫ്. ഇനി നമുക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നത്, അതിന്റെ മിറർ റിഫ്ലക്ഷൻ എങ്ങനെയാണെന്നൊന്ന് സെക്കൻഡ് ഹാഫ് കാണാം. യൂസുഫ് അലൈഹിസ്ലാം രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് മുതൽ കഥ കംപ്ലീറ്റ്ലി യൂടേൺ എടുക്കുകയാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്ന് സംഭവങ്ങൾ വിപരീത ദിശയിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. അപ്പം ഫസ്റ്റ് ഹാഫ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്താന്ന് നോക്കാം. യൂസുഫ് അലൈഹിസ്ലാം തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് കാണുന്നു അല്ലെ. യൂസുഫ് അലൈഹിസ്ലാമിന്റെ സ്വപ്നമൊക്കെ എന്താ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ അതിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ, അതായത് നമ്മൾ മേലെ നിന്ന് മൊത്തത്തിൽ ഒരു സൂറത്ത് നോക്കുമ്പോൾ അതിന്റെ ഭംഗിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇൻഷാ അല്ലാഹ്. യൂസുഫ് അലൈഹിസ്ലാമിന്റെ സഹോദരന്മാർ തിരിച്ചു വരികയും തങ്ങളുടെ തെറ്റ് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് എന്താണ് സഹോദരന്മാര് പദ്ധതി തയ്യാറാക്കുന്നത് അല്ലെ യൂസുഫ് അലൈഹിസ്ലാമിനെതിരെ. അപ്പം ഇവിടെ അവര് തിരിച്ചു വന്ന് അവരെ കുറ്റം ഏറ്റു പറയാണ്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് അലൈഹിസ്ലാം തട്ടിക്കൊണ്ടു പോകപ്പെടുകയും ആ ഒരു സംഭവത്തിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് എന്താണ് യൂസുഫ് അലൈഹിസ്ലാം ഈജിപ്തിൽ ഉയർന്ന പദവിയിൽ നിയമിക്കപ്പെടുന്നു. ഇപ്പുറത്ത് അടിമയായിട്ട് വിൽക്കപ്പെടുകയാണ് അല്ലെ ഫസ്റ്റ് ഹാഫില്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു സമയത്ത് എന്താണ് യൂസുഫ് അലൈഹിസ്ലാമിന്റെ പദവി
ഉയർത്തപ്പെടുകയാണ് ഈജിപ്തില്. അടുത്തത് അസീസിന്റെ ഭാര്യ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചത്. ഇപ്പുറത്ത് അസീസിന്റെ ഭാര്യ നിരപരാധിത്വം സമ്മതിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നഗരത്തിലെ ഉന്നത കുടുംബങ്ങളിലെ സ്ത്രീകൾ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇപ്പുറത്ത് നഗരത്തിലെ ഉന്നത കുടുംബങ്ങളിലെ സ്ത്രീകൾ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ നിരപരാധിത്വത്തിന് സാക്ഷ്യം പറയുന്നു. തുടർന്ന് യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിലാകുന്നു. ആദ്യത്തെ ഭാഗത്തിൽ, രണ്ടാമത്തെ ഹാഫില് യൂസുഫ് അലൈഹി ഇസ്ലാം ജയിൽ മോചിതനാകുന്നു. അപ്പം അങ്ങനെ ഒരു മിറർ പോലെ ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ നടന്ന അതേ കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് സെക്കൻഡ് ഹാഫ് അതിന്റെ റിഫ്ലക്ഷൻ പോലെയാണ് സൂറ യൂസുഫ് നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഇതിന്റെ തുടക്കവും അവസാനവും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, തുടക്കവും അവസാനവും മാത്രമായിട്ടൊരു ഗ്രന്ഥം വരെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് ഓരോ സൂറത്തിന്റെ തുടക്കവും അവസാനവും തമ്മിലുള്ള കണക്ഷൻ. അതുപോലെ ഈ സൂറത്തിന്റെ തുടക്കത്തിലെ അവസാനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, തുടക്കത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം സ്വപ്നം കാണുന്നതാണ് പറയുന്നത് അല്ലെ. അവസാനത്തിൽ എന്താണ്, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. സുബ്ഹാനല്ലാഹ്. ഒക്കെ സ്വപ്നത്തിൽ തുടങ്ങി അത് യാഥാർത്ഥ്യമാകുന്നതിൽ അവസാനിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് സൂറ യൂസുഫിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇത് വെറുതെ ഒരു ഓർഡർ ഇല്ലാണ്ട് പറഞ്ഞ ഒരു കഥയോ അല്ലെ, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ പറയുന്ന ഒരു കഥയൊന്നുമല്ല സൂറ യൂസുഫ് എന്ന് പറയുന്നത്. പകരം വളരെ കൃത്യമായിട്ടില്ലേ അതിന്റെ തുടക്കവും അവസാനവും സംഭവങ്ങളുടെ ക്രമവും അവ തമ്മിലുള്ള ബന്ധവും ഒക്കെ ഭയങ്കര അത്ഭുതകരമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ആർക്കാ കിട്ടുക? അതിനെക്കുറിച്ച് പ്രോബ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, അതിന്റെ പിന്നാലെ പോയി അതിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്ലെ. നമ്മള് മനസ്സ് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് നാവ് കൊണ്ട് വെറുതെ പാരായണം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഓരോരുത്തരും അവരുടെ തദബ്ബുറിൽ നിന്ന് കിട്ടിയിട്ട് നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതുപോലെ ഖുർആൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്നും തന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് അല്ലെ. ആ ഉൽക്കയുടെ ഉള്ളിൽ ടക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ചൂടും ആ ഒരു ലൈറ്റും ഒക്കെ ഇപ്പോഴും ഖുർആനിലുണ്ട്. അത് ആർക്കാ കിട്ടുക? ആ മരുഭൂമിയിലെ യാത്രക്കാരിൽ മൂന്നാമനായ ആളല്ലേ. അയാൾ അത് എടുത്ത് ഉരച്ച് അതിന്റെ ചൂടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് വീണ്ടും ഉരച്ച് ക്ഷമയോടുകൂടി കയ്യിൽ വെച്ചപ്പോഴാണ് അയാൾക്ക് അത് ഹൃദയത്തിൽ നിന്ന് വെളിച്ചമായിട്ട് വന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആനിൽ ഇപ്പോഴും ഇതുപോലെ ഇനിയും 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 ലോകാവസാനം വരെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഈ സൂറത്ത് ഇങ്ങനെ അവസാനിക്കുന്നത്, ലഖദ് കാന ഫീ ഖിസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. അവരുടെ കഥകളിൽ ബുദ്ധിയുള്ളവർക്ക് തീർച്ചയായും വലിയ പാഠങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കൊക്കെ ഈ പാഠങ്ങൾ പോലും ആരെങ്കിലും വായിലേക്ക് ഒഴിച്ചു തന്നാലേ നമ്മൾ എടുക്കുള്ളൂ അല്ലെ. പക്ഷെ ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഹൃദയം കൊടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മളെ മുമ്പിലും ഇതുപോലെയുള്ള പല കാര്യങ്ങളും തെളിഞ്ഞ് വരും. സുബ്ഹാനല്ലാഹ് അല്ലെ. അത്രയും ഈ ഭൂമിയിലെ അത്രയും വലിയ സുഖം സുബ്ഹാനല്ലാഹ് നമ്മളെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തിരിഞ്ഞോടുന്ന ആളുകൾ ആവാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. ആമീൻ. ഇനി അടുത്തത് നമുക്ക് സൂറത്ത് ബഖറയുടെ പ്രത്യേകതകളിലേക്ക് പോവാം. സൂറത്ത് ബഖറ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ പറഞ്ഞത് സ്ട്രിങ്ങിങ് ദ പേഴ്സ് ഓഫ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ കുറെ പേളുകളുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അല്ലെ. അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള ഒരു മെജോറിറ്റി ക്രൗഡിങ്ങിലും സൂറത്തുൽ ബഖറയുടെ ആ ഒരു പേളുകൾ കണ്ട ആൾക്കാരാണ്. അപ്പം അതിനെങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു മാലയിൽ കോർക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്ത് ബഖറ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് ഭയങ്കര വലിയൊരു സൂറയാണ് അല്ലെ. ഏറ്റവും വലിയ സൂറ അതാണ്. അതുകൊണ്ട് തന്നെ ആൻഡ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സൂറത്തും കൂടെയാണ്. അതുകൊണ്ട് അതിലെ കുറേ ടോപ്പിക്സും നമുക്കറിയാം അല്ലെ. പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇഷ്ടം പോലെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിനെങ്ങനെ ഒരൊറ്റ മാലയിൽ ഇങ്ങനെ അടുത്തടുത്ത് മുത്തുകളായിട്ട് അത് കോർത്ത് കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവുന്ന രീതിയിൽ കോർക്കാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ആ സൂറ മൊത്തത്തിൽ നോക്കുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു അമേസിങ് സിമെട്രി അതിനുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതേപോലെ ഒരു കണക്ഷനും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ബഖറയെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് ഒരു സബ്മിഷൻ, അതായത് അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക അല്ലെ. മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ഉബൂദിയത്തിന്റെ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിന്റെ ഒരു സ്റ്റോറിയാണ് സൂറത്തുൽ ബഖറ. സുബ്ഹാനല്ലാഹ്. അതിനെ പക്ഷെ ഭംഗിയായിട്ട് നമുക്ക് നമ്മളെ ഹൃദയത്തിൽ ഓരോ സമയത്തും തട്ടി ഉണർത്തുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ മൊത്തത്തില് സൂറത്തുൽ ബഖറയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹ്ക്ക് കീഴൊതുങ്ങുക. സുബ്ഹാനല്ലാഹ്. ആൻഡ് അള്ളാഹ് സുബ്ഹാനഹു വതആല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും തന്നെ അള്ളാഹു തആല ഇതിന്റെ ഈ ഒരു തീമിന്റെ പുറത്തായിട്ടുള്ളതില്ല. അതായത് ഓരോ ആയത്തുകളും ഓരോ സംഭവകഥകളും ഓരോ സെറ്റ് ഓഫ് ടോപ്പിക്സും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്.
അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് ഓടിച്ചു വിട്ട് നോക്കാം. ഞാൻ അതിന്റെ സ്ക്രീനിലൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അറിയാവുന്ന ആളുകൾക്കാകുമ്പോൾ പെട്ടെന്ന് ആയത്തുകൾ കണക്ട് ചെയ്യാൻ പറ്റും. അറിയാത്തവർ ശ്രദ്ധിച്ച് കേൾക്കുക ഇൻഷാ അല്ലാഹ്. മീൻ സൂറത്തുൽ ബഖറ പഠിച്ചിട്ടില്ലാത്തവര്. നമുക്കറിയാം സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് എവിടെയാണ്? ഗൈബിലുള്ള വിശ്വാസം പറഞ്ഞുകൊണ്ട് അല്ലെ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. എന്നിട്ട് കുറച്ച് അവിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, 6-ാമത്തെ 7-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം. അവര് എന്തിനാണെങ്കിലും സത്യത്തിനെ റിജക്ട് ചെയ്യും. അവർക്ക് എത്ര വാണിംഗ് കൊടുത്തിട്ടും കാര്യമില്ല. അവര് റിസോഴ്സസ് അള്ളാഹു ക്ലോസ് ചെയ്താണ് അല്ലെ, ഫത്തഹുല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്ലോസ് ചെയ്ത് കാരണം. അപ്പം വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു, തുടർന്ന് അവിശ്വാസികളുടെ കാര്യം പറഞ്ഞു. ഈ സൂറ എങ്ങനെ അവസാനിക്കുന്നത്? സൂറത്തുൽ ബഖറ ആമന റസൂൽ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രശംസിക്കുകയാണ് ശരിയായ വിശ്വാസികളുടെ വിശ്വാസത്തിനെ കുറിച്ച്. അവർക്ക് എന്തുണ്ട്? അവർക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, കിതാബുകളിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്. അത് പ്രവാചകന്മാരെ അവർ കണ്ടാലും ഇല്ലെങ്കിലും അതിൽ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ അവർ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വാസികൾ പ്രശംസിച്ചുകൊണ്ടാണ് ഈ സൂറ അവസാനിക്കുന്നത്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ സൂറത്ത് അവസാനിക്കുന്നത് അവിശ്വാസികൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ചോദിച്ചുകൊണ്ടാണ് അല്ലെ. ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അപ്പം അവിടുത്തെ ആ സിമെട്രി കണ്ടോ? തുടക്കവും അവസാനവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കണ്ടോ അല്ലെ. വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസികളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്, അവിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ അവസാനിക്കുമ്പോൾ വിശ്വാസികളെ പ്രശംസിക്കുന്നുണ്ട്, അവിശ്വാസികളിൽ നിന്നുള്ള രക്ഷ ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി തുടക്കത്തിൽ ഇത് കഴിഞ്ഞ് വിശ്വാസികളും അവിശ്വാസികളും കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിപ്പോക്രിറ്റ്സിന്റെ, അതായത് മുനാഫിഖുകളുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് അവരുടെ സ്വഭാവങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ 8 മുതൽ 20 വരെ ആയത്തുകൾ. അതായത് അവര് പരസ്യമായിട്ട് കാണിക്കുന്ന അവരുടെ അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ക്ലെയിം ചെയ്യുന്ന അവരുടെ വിശ്വാസവും അവരുടെ രഹസ്യമായിട്ടുള്ള അവിശ്വാസവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതായത് പരസ്യമായിട്ട് അവർ ഭയങ്കര മുസ്ലിങ്ങളാണ്, മുത്തഖീങ്ങളാണെന്ന് കാണിക്കുകയും പക്ഷെ രഹസ്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അല്ലെ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ അള്ളാഹു തുറന്ന് കാണിക്കുന്നുണ്ട് 8 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ. എന്നാൽ അവസാനത്തേക്ക് വരുമ്പോൾ അല്ലെ, നമ്മൾ ഈ 285 286 ആമന റസൂലിന്റെ തൊട്ട് മുമ്പേ വരുന്ന ആയത്ത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അള്ളാഹു ആളുകളെ ഹിസാബ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഹിസാബ് ചെയ്യാന്ന്? അവരവരുടെ ഹൃദയത്തിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതന്നല്ലേ നിഫാഖ് എന്ന് പറയുന്നത് അല്ലെ, അകത്തൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കല്. സുബ്ഹാനല്ലാഹ്. അപ്പം സെക്കൻഡ് ആ ഒരു ഏറ്റവും ആദ്യത്തെ അവസാനത്തെയും ഈ വിശ്വാസികളും അവിശ്വാസികളും കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് തുടക്കത്തിൽ പറയുന്നത് നിഫാഖ് ആണെങ്കിൽ, ഇതേപോലെ അവസാനത്തിലും അതിന്റെ തൊട്ട് മുന്നേ പറയുന്നത് 284-ാമത്തെ ആയത്തിൽ പറയുന്നത് നിഫാഖാണ് അല്ലെ. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وإن تبدوا ما في أنفسكم أو تخفوا يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء. സുബ്ഹാനല്ലാഹ്. അവിടെ വാർണിംഗ് തന്നെ കൊടുക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു വിശദീകരണമൊക്കെ കഴിഞ്ഞിട്ട് സൂറത്തുൽ ബഖറയിൽ പിന്നെ അള്ളാഹു ഇതിന്റെ തീമിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇടിക്കുകയാണ് അല്ലെ. എന്താണ് 20 വരെയുള്ളതിൽ നമ്മള് നിഫാഖിന്റെ കാര്യം, മുനാഫിഖുകളുടെ കാര്യം പറഞ്ഞിട്ട് 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും സൂറ ബഖറയുടെ തീമിലേക്ക് വരുന്നുണ്ട്. എന്താണ്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് എങ്ങനെയാണ് അള്ളാഹു എവ്രിതിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി നിങ്ങളെ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓണർ ചെയ്തത് എങ്ങനെയാന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ഇത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ ആയത്തിന്റെ തൊട്ട് പിന്നാലെ വരുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും അല്ലെ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം തന്നിട്ട് ഞാൻ നിങ്ങളെ ഓണർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 28-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. സുബ്ഹാനല്ലാഹ്. ഓരോ ആയത്തും അതിന്റെ അർത്ഥത്തിലേക്കൊന്നും ഞാൻ പോണില്ല. അതിന് താല്പര്യമുള്ളവർ ഇത് കഴിയുമ്പോൾ ക്ലാസ് ഒന്നും കൂടെ കേട്ട് ഈ ആയത്തുകളും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ ഒന്ന് എടുത്തിട്ട് നോക്കുക ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ എങ്ങനെയാണ് ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഓണർ ചെയ്തതെന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് തൊട്ടടുത്ത് ആ ഒരു മനുഷ്യ രാശിയുടെ ഹ്യൂമാനിറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആദം അലൈഹിസ്സലാമിനെ കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്.
ആദം അലൈഹി ഇസ്ലാമിലൂടെ എങ്ങനെയാണ് മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓണർ ചെയ്തിട്ടുള്ളത്, ആദരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലെ. മനുഷ്യന്മാർക്ക് എങ്ങനെ അള്ളാഹുവിനെ അത് ഉപയോഗിച്ച് ഇബാദത്ത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതും മലക്കുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ. മലക്കുകൾക്ക് പോലും മനസ്സിലാവില്ല എങ്ങനെയാണ് ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളതും എങ്ങനെയാണ് ഇവര് അള്ളാഹു തആല ഇബാദത്ത് ചെയ്യാൻ പോണതെന്നും അല്ലെ. ഖാല റബ്ബുക ലിൽ മലായികതി, ആ ഒരു ആയത്തും അതുപോലെ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ അല്ലെ. അതൊക്കെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ബഹുമാനം ഇവർക്ക് കൊടുക്കാണ്. എന്നാൽ അത്രയും കുരുത്തംകെട്ട വർഗത്തിനോന്ന് മലക്കുകളുടെ മനസ്സിൽ ചിന്തയുണ്ട് അല്ലെ. അപ്പം അത് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലെ ഇവർക്ക് ഞാൻ അത്രയും ബഹുമാനം കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് എന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഉള്ളിൽ ഒരു വീക്ക്നെസ് ഉണ്ട് അല്ലെ, പറഞ്ഞതൊക്കെ മറന്നു പോകുന്ന ഒരു സ്വഭാവം ഉണ്ട്. മാത്രമല്ല ശൈത്വാനിയത്ത് ഇവരെ ബാധിക്കുകയും ചെയ്യും, ശൈത്വാന്റെ വസ്വസ് ഇവരെ ബാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ. അതുപോലെ അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, പറഞ്ഞതൊക്കെ മറന്നുപോകും, കൊടുത്തതൊക്കെ മറന്നുപോകും ഇവർക്ക്. പ്ലസ് അവർക്ക് ഇതുപോലെ ശൈത്താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അതിനകത്ത് പെട്ടുപോകും. എന്നാലും അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴിയുണ്ട്. അപ്പൊ മനുഷ്യരാശിനെ അങ്ങനെ പറഞ്ഞു വന്നിട്ട് തുടർന്ന് മനോ ഇസ്രായേലിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് 40ാമത്തെ ആയത് മുതൽ 123ാമത്തെ ആയത് വരെ ബനി ഇസ്രായേൽ മുതൽ അങ്ങനെ പോവാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ മനുഷ്യരാശിനെ ആദരിച്ച കാര്യം, മനുഷ്യരാശിന്റെ പ്രത്യേകതകളും ആദം അലൈഹി ഇസ്ലാമിലൂടെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആദരവ് കൊടുത്ത ഒരു ജനതയെ കുറിച്ച് സംസാരിക്കുകയാണ് അല്ലെ. അവർക്ക് അള്ളാഹു വലിയൊരു ആദരവിന്റെ കൂടെ ഒരു ഉത്തരവാദിത്വം കൊടുത്തു. അള്ളാഹു ഓരോ സമയത്തും അലൈക്കും എന്ന് പറഞ്ഞിട്ട് അവരെ എന്താണ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെ. ഞാൻ നിങ്ങൾക്ക് തന്ന ഉത്തരവാദിത്വത്തിന്റെ കൂടെ അള്ളാഹു പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, അത് ചെയ്യണം അല്ലെ. അപ്പൊ റെസ്പോൺസിബിലിറ്റി, ലോകത്തിന് ഈമാന്റെ കാര്യത്തില് വിശ്വാസത്തിന്റെ കാര്യത്തില് അവര് നയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പറയുന്നത്. എന്നാൽ അവര് അവസാനം എന്തായി തീർന്നു എന്നുള്ളതും അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അല്ലെ. പല സംഭവങ്ങളിലൂടെ അവര് ഏറ്റവും വളരെ കുപ്രസിദ്ധരായി നന്ദികേടിന്, അഹങ്കാരത്തിന്, ക്രൂരതക്ക്, അള്ളാഹ് കീഴൊതുങ്ങാനുള്ള മനസ്സില്ലായ്മയ്ക്ക്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഈവൻ ഈ സൂറത്തിന്റെ പേരായ ബഖറ എന്നുള്ള ആ ഒരു പേര് പോലും ഒരു സംഭവത്തിനെയാണ് കാണിക്കുന്നത്. എന്താ സംഭവം? അവരുടെ വാശി, അള്ളാഹിന് അനുസരണക്കേട് കാണിക്കും എന്നുള്ള അല്ലെ. അള്ളാഹ്ക്ക് അനുസരണ കാണിക്കാനുള്ള അവരുടെ അൺവില്ലിങ്നെസ് കാണിക്കുന്ന ഒരു സംഭവമാണ് ബഖറ എന്ന് പറയുന്ന ആ ഒരു പേര് പോലും. എന്താണ്, ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോ അത് അങ്ങനെയുള്ള പശുവാണോ, ഇങ്ങനെയുള്ള പശുവാണോ, ഇതായാ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവര് ഡിലേ ചെയ്ത് അല്ലെ കൊണ്ടുപോയിട്ട് അത്രയും അവർ അള്ളാഹ് കീഴൊതുങ്ങാൻ തയ്യാറില്ലായ്മയെ കാണിക്കുന്ന ഒരു സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹു അങ്ങേറ്റം ആദരവ് കൊടുത്തല്ലേ, മനുഷ്യരാശിക്ക് ആദരവ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദരവ് കൊടുത്ത ഒരു സമൂഹം, എന്നാൽ അവർക്ക് കിട്ടിയ ആദരവും അതിന്റെ പേരിലുള്ള അവരുടെ ഉത്തരവാദിത്വം മറന്ന് നന്ദികേട് കാണിച്ച് അഹങ്കാരികളായി മാറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അള്ളാഹു പിന്നെ വരുന്നത് എങ്ങോട്ടാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് അല്ലെ. അതിന്റെ ഓപ്പോസിറ്റ് പീക്ക്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ മനു ഇസ്രായേലുകൾ അവരുടെ അവകാശവാദം എന്താണ്? നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആൾക്കാരാണ്. എന്തുകൊണ്ട്? വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ടോ നേരെ ഓപ്പോസിറ്റുമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബനു ഇസ്രായേൽ. സുബ്ഹാനല്ലാഹ്. ആൻഡ് മാത്രമല്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്താണെന്ന് പറയുന്നതിന്റെ മുമ്പേ ഇവരുടെ ഈ ഒരു പശുവിനെ അറക്കുന്ന ഒരു സംഭവം പറഞ്ഞു വെച്ചിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് വരുമ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് എന്താ അറക്കാൻ പറഞ്ഞത്? സ്വന്തം മകനെ അല്ലെ. പശുവിനെ അറക്കാൻ പറഞ്ഞിട്ട് പോലും തയ്യാറില്ലാത്ത അവരുടെ അടുത്ത് പറയാണ് സ്വന്തം മകനെ അറക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പം അതിന് കീഴൊതുങ്ങാൻ തയ്യാറായ നബിനെ കുറിച്ച്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ആ ഒരു ഉദാഹരണം കൊണ്ടുവരാണ്, കീഴൊതുങ്ങലിന്റെ ഉദാഹരണം, ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം അവരെ മുമ്പിലേക്ക് കൊണ്ടുവരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവർ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആളുകളാണെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവർ ഒരു കാര്യം മറന്നുപോയി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അൺകണ്ടീഷണൽ സബ്മിഷൻ, എന്തെന്നെ പറഞ്ഞാലും കീഴൊതുങ്ങൽ അല്ലെ.
സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട, ലക്ഷ്യം വെക്കേണ്ട, സ്വപ്നം കാണേണ്ട സബ്മിഷൻ എന്ന് പറയുന്നത് അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സബ്മിഷൻ അല്ലെ. എന്തൊരു കാര്യം നമ്മളടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിന് ലൂപ്പുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അത് അങ്ങനെ ചെയ്താൽ മതിയോ, ഇതിങ്ങനെ ആയാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാ ഇങ്ങനെയാ. ഇബ്രാഹിം അലൈഹി സ്വലാം മകനെ ഇറക്കാൻ പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു ചോദ്യം അള്ളാന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, മോനും ചോദിക്കാൻ പറഞ്ഞിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ആൻഡ് ആ ഒരു അൺകണ്ടീഷണൽ സബ്മിഷനാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ മനുഷ്യരാശിയുടെ നേതാവാക്കിയിട്ട് മാറ്റിയത് അല്ലെ. ഇത് തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ, പരിപൂർണമായിട്ട് അദ്ദേഹം അതിനെ നിർവഹിച്ചു അല്ലെ. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ അല്ലെ. സുബ്ഹാനല്ലാഹ്, മനുഷ്യരാശിക്ക് തന്നെ ഇമാമാക്കിയിട്ട് മാറ്റാണ് ആ ഒരു സബ്മിഷൻ കൊണ്ട്. അങ്ങനെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവ് ആ ഒരു ജനതയിൽ നിന്ന് അങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് ഷിഫ്റ്റിംഗ് ആണ് പിന്നെ നമ്മൾ കാണുന്നത് അല്ലെ. ആദരവ് വേറൊരു കൂട്ടരിലേക്ക് കൊടുക്കുകയാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ബനു ഇസ്രായേലുകളുടെ ആ ഒരു അള്ളാഹുവിന്റെ ആ ഒരു ചോസൺ നേഷൻ, അള്ളാഹു തെരഞ്ഞെടുത്ത നേഷൻ എന്ന് പറയുന്നത് അള്ളാഹ് നേരെ അത് മാറ്റി പുതിയൊരു സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്. ആർക്ക്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്യുന്ന സഹാബാക്കളിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ പിന്നെ എന്താ സീൻ? ഇവര് ആദ്യത്തെ ആൾക്കാര് അള്ളാഹു തെരഞ്ഞെടുത്തിട്ട് അള്ളാഹു ഉത്തരവാദിത്തം കൊടുത്തിട്ട് അതൊക്കെ ഒന്നും മൈൻഡ് ആക്കാണ്ട് നിരുത്തരവാദപരമായിട്ട് അനുസരണക്കേട് കാണിച്ച ആൾക്കാര് ഈ പുതിയ ജനതനെ പരിഹസിക്കുന്നതാണ് നമ്മൾ അടുത്തത് കാണുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്തിനു വേണ്ടിയിട്ട്? അതായത് പുതിയ ജനത അള്ളാഹു അവരുടെ അടുത്ത് ഖിബ്ല മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പം അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അതനുസരിച്ച് അല്ലെ. അത് ജെറുസലേമിൽ നിന്ന് മക്കയെ കഅബയിലേക്ക് മാറ്റിയപ്പോൾ അവരത് പെട്ടെന്ന്, അതും ഇബ്രാഹിം അലൈഹിസ്സലാം ബിൽഡ് ചെയ്ത കഅബ അല്ലെ, അവരത് പെട്ടെന്ന് അനുസരിച്ചപ്പം ഇവര് പരിഹസിക്കാൻ സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. സുബ്ഹാനല്ലാഹ്. അതും കഴിഞ്ഞിട്ട് അള്ളാഹിന്റെ വല്ലാത്തൊരു പെർഫെക്ഷൻ, പ്രിസിഷൻ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഇതിപ്പോ തൊട്ട് ഞാനിപ്പോ സയഖൂലു സുഫഹാ എന്ന് പറഞ്ഞത് 142 ആയത്താണ് അല്ലെ. തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 143 ആയത്തില് എക്സാക്ട് മിഡ് പോയിന്റ് ഓഫ് സൂറ അല്ലെ, 286 ആയത്തുള്ളതിന്റെ കറക്റ്റ് നടുവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ. സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെ ഞാൻ നിങ്ങളെ ഒരു മിഡിൽ ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജനതയാക്കിയിട്ട് മാറ്റി. അപ്പം ഈ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഒരു ഡിവൈഡിങ് ലൈൻ ആണ് അല്ലെ. നമ്മൾ നേരത്തെ സൂറ യൂസഫിൽ കണ്ടിരുന്നത് അതുപോലെ ഒരു നടുവിലൊരു ഡിവൈഡിങ് ലൈൻ, ടീമുകൾ ഡിവൈഡ് ചെയ്ത്. ഇവിടെ സുബ്ഹാനല്ലാഹ് രണ്ട് ജനതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശരിക്കും കീഴൊതുങ്ങിയ ഒരു ജനത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ ആളുകളും സഹാബാക്കളും അല്ലെ. ഈവൻ ഉമ്മ മൊത്തത്തിൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്ക് വരുമ്പോൾ ഉമ്മത്തിന്റെ മെയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ എന്ന് വിളിക്കാൻ നമുക്ക് അവകാശം വരുന്നത് വരെ എവിടെയാണ്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്യുമ്പോഴാണ് അല്ലെ. അതായത് നമ്മുടെ മെയിൻ തീം എന്താണ്? അള്ളാഹുവിന് കീഴൊതുങ്ങൽ. അള്ളാഹു നമ്മൾ ആ തരത്തിലുള്ള ആളുകളാക്കി മാറ്റട്ടെ, ആമീൻ. അപ്പൊ കറക്റ്റ് ഈ സെൻട്രൽ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈഡിങ് ലൈൻ ആണ്. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ അള്ളാഹിനെ കംപ്ലീറ്റ് കീഴൊതുങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. ഓക്കെ, മറ്റേ സൈഡിൽ എന്താണുള്ളത്? അവര് സിംപ്ലി അവരുടെ പാരമ്പര്യം കൊണ്ട് നമ്മൾ വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ച് അല്ലെ, നമ്മൾക്ക് നമ്മൾ അള്ളാഹ് പണ്ടേ ആദരിച്ചതാണ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, നമ്മുടെ ആക്സസ്ട്രി അങ്ങനെയാണ് അല്ലെ, നമ്മളെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെയാണെന്ന് അഹങ്കരിച്ച് നടന്ന, എന്നാൽ അള്ളാഹു കൊടുത്ത ഉത്തരവാദിത്തങ്ങളെ മറന്നു കളഞ്ഞ ഒരു ജനത. അങ്ങനെ അള്ളാഹ് അവർക്കും ഇവർക്കും ഇടയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് തുടർന്ന് സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയാ വരുന്നത്? അല്ലെ, പലതരത്തിലുള്ള സബ്മിഷൻ അല്ലെ, പലതരത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അള്ളാഹു കൽപ്പിക്കുകയാണ് അല്ലെ. ഫുൾ അബൂദിയാണ്, ഫുൾ സബ്മിഷൻ ആണ് സെക്കൻഡ് ഹാഫിൽ. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമ കാണിക്കുക, ഹലാലും പൊയ്യുമായ ഭക്ഷണം കഴിക്കുക, സോഷ്യൽ ജസ്റ്റിസ് അല്ലെ, സാമൂഹികമായ നീതി, നോമ്പ്, യുദ്ധത്തിന്റെ നീതി, ഹജ്ജ്, കുടുംബപരമായ നിയമങ്ങൾ, അനീതിക്കെതിരെ പോരാടല്, അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിക്കല്, സദഖ, കടം കൊടുക്കുമ്പോഴുള്ള ഫെയർനെസ്, പലിശയിൽ നിന്നുള്ള അങ്ങനെ അള്ളാഹ്ക്ക് എങ്ങനെയൊക്കെ ഈ ജനത കീഴൊതുങ്ങണോ ആ കീഴൊതുങ്ങാനുള്ള എല്ലാ ഓപ്ഷനും അവിടെ ഇങ്ങനെ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു കംപ്ലീറ്റ് കീഴൊതുങ്ങലിനെ അള്ളാഹ് എടുത്തു കാണിക്കുന്നുണ്ട്. 208 ആയത്തിൽ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് നിങ്ങൾ കീഴൊതുങ്ങലിലേക്ക് പ്രവേശിക്കുക. ആൻഡ് അതിന് ഒന്നും കൂടെ ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് 284 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്?
നിങ്ങളുടെ ചിന്തകളെ വരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. അപ്പം അത്രയും കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കീഴൊതുങ്ങാനുള്ള എല്ലാ വഴിയും ഈ ഒരു സെക്കൻഡ് ഹാഫിലുള്ള ജനതയ്ക്ക് അള്ളാഹ്ക്ക് കീഴൊതുങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വരച്ച് കാണിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാണ്, ഇങ്ങനെ നിങ്ങൾ കീഴൊതുങ്ങുക. എന്നിട്ട് ആ ഒരു ജനത അത് ഭയങ്കര പ്രയാസാണെന്ന് മനസ്സിലായിട്ടും, ശരിക്കും നമ്മൾ അതിൽ കൂട്ടാൻ പറ്റുമെന്ന് പോലും അറിയില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും കാര്യമാണ് പറയുന്നത്. അവരിത് ഭയങ്കര പ്രയാസമാണ്, ഹൃദയത്തിലെ ചിന്തകൾ. ആ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഹൈർ. ഓക്കെ, അതായത് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പരാതി പറയും, ഇത് പറ്റുമോ നമുക്ക് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീൻ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും പ്രയാസാണെന്ന് അറിഞ്ഞിട്ടും അതിനെ പോലും അവര് നിരസിക്കാതെ അതിനെ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ട് പറയാണ് സമിഅ്ന വഅതഅ്ന. സുബ്ഹാനല്ലാഹ് അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മോനെ അറക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ചു ചോദ്യമൊന്നും ഇല്ലാതെ അത് അനുസരിച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെ ഇവിടെ ഹൃദയത്തിന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രയാസമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാണ് അല്ലെ, ഹൃദയത്തിന്റെ ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന, ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അവര് അതുപോലും യാതൊരു എതിർപ്പും ഇല്ലാതെ സമിഅ്ന വഅതഅ്ന എന്ന് പറഞ്ഞ് അനുസരിച്ചു. സുബ്ഹാനല്ലാഹ്. തുടർന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാര്യത്തിൽ പോലെ തന്നെ, അതായത് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് മകനെ അറക്കാൻ പറഞ്ഞപ്പോ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് അല്ലെ. ശരിക്കും അള്ളാഹ് അവിടെ എന്താ നോക്കുന്നത്? കീഴൊതുങ്ങാൻ തയ്യാറാണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലെ. അർത്തിട്ടില്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. കീഴൊതുങ്ങാൻ തയ്യാറാണോ എന്നാണ് നോക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മളടുത്തും ഈ ഒരു ഉമ്മത്തിന്റെ അടുത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇത് ഞങ്ങൾക്ക് പ്രയാസമാണ്, എന്നാലും സമിഅ്ന വഅതഅ്ന എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മറുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിനോടും അതിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ഞാൻ ആവശ്യപ്പെടൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. ചിന്തിക്കുന്നവർക്ക് ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര വലിയ സൂറത്തല്ലേ, ഇതിപ്പോ എങ്ങനെയാ, ഇതിലെന്താ കണക്ഷൻ, അത് ഇതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ആ സ്ട്രിങ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഭംഗി ശരിക്കും ഭൂമിയിലെ വേറെ ഒരു ഭംഗിയും, നമ്മൾ എസ്തെറ്റിക് എന്ന് പറയുന്ന ഇന്നത്തെ ദുനിയാവിലെ ഒരു കളറും ഒരു ഭംഗിയും ഒന്നും ഇതിനൊക്കൂല ഖുർആന്റെ ഭംഗിയോട്. ഇങ്ങനെ അതിനകത്ത് നമ്മൾ മുങ്ങിക്കുളിച്ചിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എല്ലാം മറന്നു പോകും. നമ്മൾ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതി പിന്നാലെ ഓടുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പം മറന്നു പോകും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ അത്രയും ഭംഗിയുള്ള വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു സിമെട്രി അല്ലെങ്കിൽ തീംസ് ആണ് നമ്മൾ സൂറത്ത് ബഖറയിൽ കാണുന്നത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസം അല്ലെ, വിശ്വാസവുമായിട്ട് വിശ്വസിക്കുന്നവർക്ക് വരുന്ന ടെസ്റ്റ് വരുമ്പോൾ അള്ളാഹ്ക്ക് കീഴൊതുങ്ങൽ, കീഴൊതുങ്ങൽ എന്ന് പറഞ്ഞാൽ അനുസരിക്കൽ, അനുസരിക്കുന്നതിലൂടെ കംപ്ലീറ്റ്ലി കീഴൊതുങ്ങൽ, അതാണ് എല്ലാം ത്രൂ ഔട്ട് സൂറത്തുൽ ബഖറ എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സൂറത്തുൽ ബഖറയുടെ ആ ഒരു വ്യൂ അല്ലെ, ഒരു പുറത്ത് മേലെ നിന്ന് നോക്കി കാണുന്ന വ്യൂയോട് കൂടി സൂറത്തുൽ ബഖറനെ നമ്മൾ തദബ്ബുർ ചെയ്യുമ്പം സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് അതിന്റെ ഭംഗി വേറെ തന്നെയാണ്. അപ്പം പലപ്പോഴും എനിക്ക് വരുന്ന ഒരു റിക്വസ്റ്റ് ആണ്, ഭയങ്കര സ്പീഡിലാവുന്നു ഇപ്പം ഈ അടുത്ത് പ്രത്യേകിച്ച് 2-3 ആയത്തുകളൊക്കെയാണ് ഞങ്ങൾക്ക് നന്നായി തദബ്ബുർ ചെയ്യായിരുന്നു. യെസ്, അൽഹംദുലില്ലാഹ് ഖൈറൻ 2-3 ആയത്തുകൾ തദബ്ബുർ ചെയ്യുന്നത്. പക്ഷെ മൊത്തത്തിൽ നമുക്കൊരു സൂറത്തിന്റെ വ്യൂ കിട്ടിയിട്ട് തദബ്ബുർ ചെയ്യുന്നതിനോടൊക്കൂല ഒരിക്കലും 2-3 ആയത്തുകൾ ചെയ്യുമ്പോൾ. അവിടെ നമ്മൾ ഇന്നലത്തെ ഇമേജിൽ കാണിച്ചതുപോലെ ആ ഒരു വലിയ ഗാർഡന് മേലെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഐഡിയയും അതിന്റെ ഒരു സൈഡിൽ മാത്രം പ്രവേശിക്കുമ്പോൾ കിട്ടുന്ന ഐഡിയയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നമ്മൾ സുബ്ഹാനല്ലാഹ് മുമ്പോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് നഴ്സറി ക്ലാസ്സുകളിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഓരോ സമയത്ത് നമുക്ക് കിട്ടുന്ന ഓരോ ലെസണിനെയും എടുത്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയാണ് നമുക്ക് സൂറത്തുൽ ബഖറയുടെ ഭംഗിയെക്കുറിച്ചും അതിന്റെ തീമിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. എക്സ്പ്ലോർ ദ സിമിലാരിറ്റീസ്. അതായത് ഞാൻ പറയാലോ തദബ്ബുറിനെ നമ്മൾ ഫീൽ ചെയ്യാൻ പോവാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പല രീതികളിൽ നമുക്ക് തദബ്ബുർ, അതായത് ഖുർആനെ തദബ്ബുറോട് കൂടി അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അത് ഒരു ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് സാമ്പിൾസ് മാത്രമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അതിന് പെട്ടതാണ്, അതായത് സിമിലാരിറ്റീസ്. പല സ്ഥലങ്ങളിലും നമുക്ക് ഒരേപോലെ പലതും കാണാം. അതുപോലെ പലതും തമ്മിൽ കണക്ഷൻസ് കാണാം, പല തീമുകൾ തമ്മിൽ, പല ആയത്തുകൾ തമ്മിൽ, പല വേർഡ്സ് തമ്മിൽ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള ആ ഒരു സംഭവം. അതാണ് ശരിക്കും
തദബ്ബുർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊന്നും എല്ലാം കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അദ്ദേഹത്തിന് തർജുമാനുൽ ഖുർആൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ, അതായത് ഇന്റർപ്രിട്ടേഷന്റെ മാസ്റ്ററാണ്, ഖുർആന്റെ തഫ്സീറിന്റെ മാസ്റ്ററാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൽമ കിട്ടിയിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വിത്ത് എ ക്വസ്റ്റ്യനിങ് ടങ് ആൻഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഹാർട്ട്, അതായത് ചോദ്യം ചോദിക്കുന്ന ഒരു നാവും മനസ്സിലാക്കുന്ന ഒരു ഹൃദയവും കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഓരോ ഖുർആനിലെ ഓരോ ആയത്തുകൾ കാണുമ്പം തോട്ട്ഫുൾ ആയിട്ടുള്ള ഇതെന്തായാലും, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദിക്കലല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ചിന്തയോട് കൂടിയുള്ള ചോദ്യങ്ങൾ. അതെന്തായിരിക്കും അങ്ങനെ അല്ലെ, അങ്ങനെ ആവുമ്പം ഇതെന്താ ഇങ്ങനെ ആവുന്നത്, അങ്ങനെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, എന്നിട്ട് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മൾ തദബ്ബുറിലേക്ക് ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ ഇറങ്ങുന്നത്. അപ്പം തോട്ട്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതും ആ ഖുർആനെ മനസ്സിലാക്കുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം അതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിലേക്കുള്ള ചില ടിപ്സും ഗൈഡ് ലൈൻസും മാത്രമാണ് നമ്മൾ ഈ സെക്ഷനിൽ തരുന്നത്. ഇനിയിപ്പം ആരും പിന്നാലെ വന്ന ടീച്ചറെ അങ്ങനെ ചോദിക്കാവോ ഇങ്ങനെ ചോദിക്കാവോ എന്നൊന്നും വന്ന് ചോദിക്കരുത്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓൾറെഡി ചെയ്ത ആളുകൾ അവരവരുടെ രീതികൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നത്, ഞാൻ ഇതുപോലെ വായിച്ചിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓരോന്നും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് പറ്റാണ്ടാവുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ദുആ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിലേക്ക് എത്തിക്കും. അല്ലാതെ ഒന്നും ചെയ്യാതെ ടീച്ചറെ ഇതെന്താ ചെയ്യുക, ടീച്ചറെ അതെന്താ ചെയ്യുക എന്നിട്ട് ആരും വരണ്ട. അള്ളാഹുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഓരോ പ്രാവശ്യം പാരായണം ചെയ്യുമ്പോഴും ഏറ്റവും ചുരുങ്ങിയത് അർത്ഥമെങ്കിലും മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നോ ഒരു ലെവലിൽ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എളുപ്പമാകും. ഓക്കെ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് വായം തുറന്നു വെച്ചിട്ട് സ്പൂണിന് കോരി ഒഴിച്ചതാന്ന് വിചാരിച്ചിട്ട് ആരും ഈ കാര്യത്തിലേക്ക് വരണ്ട. കാരണം വളരെ ശ്രമകരമായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്താൻ അത്യാവശ്യം നല്ല പ്രയാസമുള്ള ഒരു കാര്യമാണ് നമ്മൾ തദബ്ബുർ എന്ന് പറയുന്നത്. പക്ഷേ അതിന് വേണ്ടി പ്രത്യേകം എവിടെയും ആർക്കും കിട്ടാത്ത, ആരും ചെലവഴിക്കാത്ത എന്തൊക്കെയോ നമ്മൾ ചെലവഴിക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ആത്മാർത്ഥത അല്ലെ, അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്. ആത്മാർത്ഥതയും ശ്രമവും ബാക്കി ദുആയും പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മളെ ശ്രമം നമ്മൾ എത്രത്തോളം ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുവന്നോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുന്ന ഒരു കാര്യമാണത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ സെക്ഷനിൽ അതുപോലത്തെ ചില ടിപ്സും ട്രിക്സും ചില രീതികളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെക്കുക, എന്നിട്ട് നിങ്ങളും അതുപോലെ ശ്രമിക്കുക, ദുആ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. അപ്പം ആസ്കിങ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ്, പ്രയോജനപ്രദമായ ചിന്താപൂർവ്വമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഒരു ശൈലി, അതിന് ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നത് ഖുർആനിൽ കുറെ സത്യങ്ങളുണ്ട് അല്ലെ, ഓത്തുകളുണ്ട്, വാവ് വെച്ചിട്ടുള്ള, പ്രത്യേകിച്ച് സൂറത്ത് അമ്മ ജുസിലും കുറെ ഇതിലെ വൽ ഫജർ വൽ അസ്ർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാവ് എന്ന് പറഞ്ഞിട്ടുള്ള സത്യപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഓത്തുകളുണ്ട്. അപ്പം അങ്ങനത്തെ ഓത്തുകൾ കാണുമ്പം ഓക്കെ, അള്ളാഹു ശബ്ദങ്ങൾ കാണുമ്പം നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ഇതിന്റെ കണക്ഷൻ, അതായത് അള്ളാഹു ഈ ശബ്ദം ചെയ്യുന്ന ഒരു കാര്യവും അത് കഴിഞ്ഞ് അള്ളാഹു സംസാരിക്കുന്ന കാര്യവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഓക്കെ, ആ ചോദ്യം ചോദിക്കുക. എന്ത് കണക്ഷനാണ് ഉള്ളത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ്, നമുക്ക് ആ ചോദ്യം ചോദിച്ച പാട് നമ്മളെ ഉത്തരം ആരും നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല കേട്ടോ. അതൊക്കെ എനിക്ക് പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതേപോലെ സ്വിച്ച് ഇട്ടിട്ട് എന്തോ സംഭവിക്കുന്ന കാര്യം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇപ്പൊ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ ഉത്തരങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് തന്നെ എത്തുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓൾറെഡി ഇതിന് ഉത്തരം കണ്ടെത്തിയവരുടെ ഉത്തരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇപ്പം എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് മുതലേ തഫ്സീർ എടുത്ത് വായിക്കുമ്പോൾ ഒരു പ്രശ്നമാണ്, ഇതുപോലെ പല ചോദ്യങ്ങളും സ്റ്റക്ക് ആവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇങ്ങനെ തദ്ബുർ എന്നുള്ള വാക്ക് പോലും അന്ന് അറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു വാക്കുണ്ടെന്നും അറിയില്ലായിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അത് വായിച്ചു നോക്കും, മനസ്സിലാവില്ല, അടച്ചു വെക്കും, വേറെ ഏതെങ്കിലും സോഴ്സ് അന്വേഷിക്കും, അതിൽ എന്ത് കിട്ടുമോ നോക്കും. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടാവും, കാരണം നമ്മൾ ഓൾറെഡി അള്ളാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടില്ല, അപ്പൊ അത് അവിടെ മാറ്റി വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ പോയാണ് അൽഹംദുലില്ലാഹ് ഫൈനലി ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന തഫ്സീറിൽ കുറേ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്. അത് നമ്മൾ ചിലപ്പോൾ വർഷങ്ങളോണ്ട് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ അതിന്
ഭാഗമാകുമ്പോൾ അള്ളാഹ് തരുന്നതായിരിക്കും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അറിയില്ല. എന്നാലും ഇപ്പോഴും ഉണ്ട് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ നമുക്ക് എന്തറിയാം? തദബ്ബുറിന്റെ സാധ്യതകളെ കുറിച്ച് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ ആ ചോദ്യങ്ങൾ നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ, നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമുക്ക് തന്നെയും ഉത്തരങ്ങൾ കിട്ടി തുടങ്ങി എന്നുള്ള ആ ഒരു എളുപ്പം മനസ്സിലാക്കുമ്പോണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര സുഖാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ ആയിട്ട് മാറും. പിന്നെ വേറെ ബാക്കി എന്ത് ജീവിതത്തിൽ എന്ത് കളർ ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന സന്തോഷം വേറെ എവിടുന്ന് കിട്ടൂല എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനോട് അറ്റാച്ച്ഡ് ആവുന്നത്. നമ്മളായിട്ട് ഒരു ശ്രമം ഇടാണ്ട് കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ശപഥം ചെയ്യുമ്പോൾ ചോദിക്കുക, അള്ളാഹ് ഈ ശപഥം ചെയ്ത കാര്യവും അള്ളാഹ് തുടർന്ന് സംസാരിക്കുന്ന കാര്യം തമ്മിൽ എന്താ കണക്ഷൻ? ഓക്കെ, ഇപ്പം പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല വഹീനെ കുറിച്ച് പറയുന്നിടത്ത് നക്ഷത്രങ്ങളെ വെച്ച് ശപഥം ചെയ്യുന്നത് കാണാം. അതായത് ഖുർആന് മുകളിലുള്ള അല്ലെ, ഒരു എന്താ പറയാ, എന്തോ ഒരു ലൈറ്റിൽ നിന്ന് ഉയർന്ന ലോകത്തു നിന്നുള്ള എന്തോ ഒരു പ്രകാശത്തിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുമാറ്. ഇതുപോലെയുള്ള പല ചിന്തകൾ നമുക്ക് വരാറുണ്ട് അല്ലെ? ചിലത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പിന്നെ അത് അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആ ചിന്തയ്ക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോലും നമ്മൾ പലപ്പോഴും തയ്യാറല്ല അല്ലെ? മുസാഫ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഓതണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഊതി തീർക്കലാണ് നമ്മളെ തിരക്ക്. നമുക്ക് ആ മൊമെന്റ് എൻജോയ് ചെയ്യാന്നുള്ളത് നമുക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളെ ജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇപ്പം ഈ ഒരു പ്രശ്നം നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യത്തിനെയും ഈ പ്രശ്നം തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ബേജാറ് മുഴുവൻ അള്ളാഹ്, ഞാൻ ആ പ്ലാൻ ചെയ്ത ആ കാര്യം ചെയ്യാൻ പറ്റില്ല, ആ കാര്യം. പക്ഷെ അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു തടസ്സം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ മൊമെന്റിനെ ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇത് അള്ളാഹിന്റെ ഖദറാണ് അല്ലെ? ഈ പ്രശ്നം അള്ളാഹ് എനിക്ക് ഇപ്പൊ കൊണ്ടുവന്നത് എനിക്ക് ഖൈറിനാണ്. ഇതിൽ നിന്ന് എനിക്ക് എന്ത് എടുക്കാനുണ്ട്? ഇതിന് കീഴൊതുങ്ങിയിട്ട് അല്ലെ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ ആവുന്ന ആളുകളാകുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്തോ ചിലപ്പോൾ വളരെ ഭംഗിയുള്ള എന്തോ കിട്ടാനുണ്ടാവും. എന്നിട്ടായിരിക്കും ഞാൻ പ്ലാൻ ചെയ്ത കാര്യം എനിക്ക് ചെയ്യുന്നത് ഖൈർ അല്ലെ? അങ്ങനെ ആ ഒരു മൊമെന്റിനെ എൻജോയ് ചെയ്യാൻ പറ്റുമ്പോ തന്നെ നമ്മളെ ജീവിതം മൊത്തത്തില് നമുക്ക് അങ്ങനെ റിലാക്സ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാഹ് ഇതുപോലെ ഖുർആൻ തുറന്നാലും നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ആ ഒരു ആയത്തിനെ, ആ ഒരു ഭാഗത്തിനെ എൻജോയ് ചെയ്യാൻ പറ്റും. പകരം നമുക്ക് അത് തീർക്കണമല്ലോ എന്നുള്ള ഓട്ടത്തിലാവുമ്പോൾ നമുക്ക് ഇതിനൊന്നും പറ്റൂല. ഓക്കെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മൊമെന്റ് എനിക്ക് തന്നത് ഇന്ന കാര്യത്തിനാണ്, അപ്പൊ ഞാൻ റിലാക്സ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ നിർത്തി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാവാൻ, ജീവിതം കൊണ്ട് തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാവാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യണം, അൽഹംദുലില്ലാഹ് ഖൈർ തന്നെ, പ്ലാനൊക്കെ ചെയ്യും. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കൂല, കുഴപ്പമില്ല. കാരണം അള്ളാഹ്ക്ക് മനസ്സിലാവും, അള്ളാഹ്ക്ക് അറിയാം ഈ ഞാൻ നാളത്തേക്ക് പ്ലാൻ ചെയ്ത കാര്യത്തിനേക്കാളും എനിക്ക് ഇമ്പോർട്ടന്റ് എന്റെ ജീവിതത്തിൽ ഇപ്പം ഇതാണ്. ഈ പ്രശ്നത്തിന് ഞാൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ പ്ലാൻ ചെയ്ത കാര്യം അതിനേക്കാളും ഭംഗിയായിട്ട് ചിലപ്പോൾ അടുത്ത ആഴ്ച നടക്കും. ഓക്കെ, അപ്പം ആ ഒരു ഓരോ മൊമെന്റിനെയും എംബ്രേസ് ചെയ്യുന്ന ആ ഒരു ശീലം ജീവിതം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഖുർആനെ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. സൂറത്ത് ഫജ്റില് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിനെ കുറിച്ച് അല്ലെ, വൽ ഫജ്ർ എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ശപഥം ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്, അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആളുകള് മെറ്റീരിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളെ മേലും ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അപ്പം അള്ളാഹ് അവിടെ കോൺട്രാസ്റ്റ് ചെയ്യണം അല്ലെ, ഇബാദത്തും സമ്പത്തും. ഓക്കെ, ഭൂമിയിലുള്ള പല പല കാര്യങ്ങളും അതിനെ ഇബാദത്തിനെ എടുത്തു നോക്കുമ്പോൾ ശരിയായ സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള വഴി എന്താണ്? ഇബാദത്താണ്. അതുപോലെ സൂറത്തുൽ ലൈലില് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ പേഴ്സുമായിട്ട് അല്ലെ, പല രണ്ട് കളി, രാവും പകലും, സ്ത്രീയും പുരുഷനും, അങ്ങനെ പലതും എടുത്തിട്ട് ശപഥം ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പം ആളുകൾ എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട് അല്ലെ, ആൾക്കാർ തെരഞ്ഞെടുക്കുന്ന പല വഴികൾ. സുബ്ഹാനല്ലാഹ് അല്ലെ, എന്നിട്ട് അതിനകത്തുള്ള ശരിയായ വഴി ഏതാണ്? സുബ്ഹാനല്ലാഹ്, അപ്പം ഓരോന്നിലും അതുപോലെ നന്മയും തിന്മയും ഉണ്ടായിരിക്കുക എന്നുള്ളതിന് പിന്നിലുള്ള ഹിക്മത്ത്, അങ്ങനെ പല കാര്യങ്ങളും ആ ഒരു ശബ്ദത്തിലൂടെ അള്ളാഹു കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് കത്തിന്ന് വരില്ല. ഇതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സൂറത്തുകളും ഈ ശബ്ദങ്ങളൊക്കെ ഒന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കണക്ഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. സൂറത്തുൽ അസ്റിൽ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമയത്തിനെ പിടിച്ച് ശപഥം ചെയ്യാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്, അതായത് നഷ്ടപ്പെട്ടു പോകുന്ന സമയം, ആളുകൾ നഷ്ടത്തിലേക്കായി പോകുന്ന സമയത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ശപഥം ചെയ്യാണ്. അപ്പം അവിടെ നമ്മളെ എന്തോ വല്ലാതെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലെ, ഓരോ നിമിഷവും നമുക്ക് വീഴാനും ഉയരാനും ഉപയോഗിക്കാം. അപ്പം ഉയരാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവിടെ സൂറത്തുൽ അസ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ തന്നെ പതനത്തിലേക്കാണ് നമ്മൾ പോണത്. സുബ്ഹാനല്ലാഹ്, അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനെങ്കിലും കുറിച്ച് ശപഥം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇവിടെ എന്തോ ഒരു ഇമ്പോർട്ടൻസ്, അള്ളാഹ് വെറുതെ പറഞ്ഞു പോണതല്ല.
ഓക്കെ, അല്ലെങ്കിൽ അതങ്ങനെയാണ്, ശരിയാണ്, അതങ്ങനെയാണ്, അൽഹംദുലില്ലാ ഖൈർ, അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഖൈർ തന്നെ. പക്ഷെ ഇത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, കണക്ഷൻസ് നമുക്ക് കിട്ടുമ്പോൾ, ആ ചിന്തകൾ നമുക്ക് കിട്ടുമ്പോൾ, നമ്മൾ ജീവിതം കൊണ്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്, ചിന്തയിൽ നിന്ന് വരുന്ന മാറ്റത്തിന്, ചിന്തയിൽ നിന്ന് വരുന്ന പ്രവർത്തനത്തിന് മാറ്റം കൂടും എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെയോ ഒരു കണക്ഷൻ ഉണ്ടോന്ന് ചിന്തിക്കുക. ആ കണക്ഷനെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഭംഗി നമുക്ക് കിട്ടുമ്പം അതിനോട് നമുക്ക് ഇഷ്ടം കൂടും. ആ ഇഷ്ടവും ആ ചിന്തയും ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു കാര്യം, ഖുർആനിൽ എന്തെങ്കിലും ഉപമകൾ, പാരബിൾസ് കാണുമ്പോൾ നമ്മൾ അവിടെയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്താണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ, അതായത് ഉപമിക്കാൻ വേണ്ടി എന്തിനെയോ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ, അതും അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തമ്മിൽ എന്താണ് കണക്ഷൻ, അല്ലെ എന്ത് സിമിലാരിറ്റീസ് ആണ് ഉള്ളത്. കാരണം ഉപമകൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യത്തിൽ 100% യോജിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ, ഓൾമോസ്റ്റ് അതുമായിട്ട് സെറ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്? അപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഷജറത്തൻ ത്വയ്യിബത്ത് അല്ലെ, ആ ഒരു ആയത്തുകൾ നിങ്ങൾക്കറിയാം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അലം തര കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. ഉത്തമ വചനത്തിന് അള്ളാഹു നൽകിയ ഉദാഹരണം എങ്ങനെയാണെന്ന് നീ കാണുന്നില്ലേ? അത് നല്ല ഒരു മരം പോലെയാണ്, അതിന്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു, ശാഖകൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. തുഅ്തി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. എല്ലാ കാലത്തും അത് അള്ളാഹുവിന്റെ അനുമതിയോടെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹു ജനങ്ങൾക്ക് ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു, അവർ ചിന്തിച്ചറിയും. അപ്പൊ ഖുർആൻ ഇവിടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ നല്ല വചനത്തിന് അല്ലെ, ഉത്തമ വചനത്തിന് എന്താണ് മരവുമായിട്ട് കമ്പയർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു യഖീൻ അല്ലെങ്കിൽ വിശ്വാസം മരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളെ വിശ്വാസത്തിന്, അതൊരു മരമായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ വിശ്വാസത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പല വഴികളും കിട്ടും. ഒരു മരത്തിന് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ റൂട്ടാണ് അല്ലെ. റൂട്ട് സ്ട്രോങ് ആക്കുമ്പോഴാണ് മരം സ്ട്രോങ് ആയിട്ട് വളരുന്നത്. അപ്പൊ വിശ്വാസവും അതുപോലെ, വിശ്വാസം കറക്റ്റ് ആയിരിക്കണം അല്ലെ. അത് നമ്മൾ പഠിച്ചു വെച്ചതും നമ്മൾ മനസ്സിലാക്കി വെച്ചതിലും പല തെറ്റുണ്ടാവും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മള് ഈ വിശ്വാസമാകുന്ന മരത്തിനെ ഭംഗിയായിട്ട് നമ്മൾ വളർത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ കറക്റ്റ് വിശ്വാസം പഠിച്ച് അതിന്റെ വേരുകൾ കറക്റ്റ് ആയിട്ട് താഴോട്ട് ഇറക്കണം. അല്ലെങ്കിൽ നല്ല ശക്തിയുള്ള കാറ്റ് വരുമ്പോൾ മരം വീഴുന്നത് പോലെ നമ്മളെ വിശ്വാസവും വീഴും. വിശ്വാസം വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കർമ്മങ്ങളും വീഴും. ഇതേപോലെ നമ്മൾ മറ്റുള്ളവർക്കും അല്ലെ, നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോഴും അവരെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തി ഇതാക്കി സമയം കളയാതെ അവരെ വിശ്വാസത്തിന്റെ വേരിനെ ആഴത്തിൽ ഇറക്കാൻ വേണ്ടി ശ്രമിക്കണം. സുബ്ഹാനല്ലാഹ്. അടുത്തത്, ഒരു മരത്തിന് എന്താ വേണ്ടത്? റെഗുലർ ആയിട്ട് സൂര്യപ്രകാശം കിട്ടണം അല്ലെ. ഒരു മരത്തിനെ നമ്മൾ വീട്ടിനകത്ത് ഇരുട്ടുള്ള റൂമിൽ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് കരിഞ്ഞു പോകും, ചെടീനെ പോലും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ റെഗുലർ ആയിട്ട് അതിന് സൂര്യപ്രകാശം കിട്ടണം ഒരു മരം നന്നായി വളരണമെങ്കിൽ. അപ്പൊ വിശ്വാസത്തിന് എന്ത് വേണം? വഹയാകുന്ന, ഖുർആനാകുന്ന ആ ഒരു സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടേയിരിക്കണം. അതുപോലെ എപ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചാൽ പോരാ മരത്തിന് അല്ലെ. അതിന് സ്ഥിരമായിട്ട് അതിന് വേണ്ട വെള്ളം വേണം. അതായത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇബാദത്ത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ സ്ഥിരമായിട്ട് ആവശ്യമാണ്. നമ്മളെ ഇബാദത്ത് ഇല്ലാണ്ടാവുമ്പോഴും ഇബാദത്തിന്റെ ആത്മാർത്ഥത കുറയുമ്പോഴും ഒക്കെ നമ്മളുടെ ഈമാനിന് പ്രശ്നം വരാറുണ്ട് അല്ലെ. നമുക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ്, ഒരു ചുറ്റുപാട് വേണം ഒരു മരത്തിന് നന്നായി വളരാൻ. അതുപോലെ വിശ്വാസത്തിന് നന്നായി വളരാനും അല്ലെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ വിശ്വാസത്തിലുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ആവശ്യമാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദാഹരണമായിട്ട് ഉപയോഗിച്ച മരവും അല്ലെ, എന്നാൽ എന്തിനെ കുറിച്ചാണ് അള്ളാഹ് പറയാൻ ഉദ്ദേശിച്ചത്? ആ കാര്യം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ കുറേ കാര്യങ്ങൾ അതിലേക്ക് വരികയാണ്, കുറേ ചിന്തകൾ വരികയാണ്. ആ ചിന്തകൾക്കനുസരിച്ച് നമുക്ക് ആ ഒരു കാര്യത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. ഇതുപോലെ മറ്റൊരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ولا يغتب بعضها بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه. നിങ്ങൾ ആരും മറ്റുള്ളവരെ പറ്റി അവരുടെ അസാന്നിധ്യത്തിൽ മോശമായി സംസാരിക്കരുത്. മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? തീർച്ചയായും നിങ്ങൾ അതിനെ വെറുക്കുന്നു അല്ലെ. പരദൂഷണത്തിനെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അത് പറയുന്നത്. നമ്മൾ അത് ഡിസ്റ്റർബ് ചെയ്തോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മരിച്ചു കിടക്കുന്ന എന്നാൽ ഈ സീൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു കിടക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം നമ്മൾ ഭക്ഷിക്കുന്നത് ഒന്ന് ആലോചിച്ചൊക്കെ. എങ്ങനെയാ നമ്മൾ അവരെ മാംസം ഭക്ഷിക്കുക അല്ലെ? അതിനെ കുത്തി കീറി അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് നമ്മൾ മരിച്ചതാണെന്നും കൂടെ ആലോചിക്കണം കേട്ടോ. പൊതുവെ മനുഷ്യന്റെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ, ഇനി ഒരു മൃഗത്തിൻ്റെതാണെങ്കിൽ പോലും അതിനെ കൊന്നിട്ട് അതിന്റെ മാംസം നമ്മൾ പച്ചക്കെടുത്ത് കഴിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ മരിച്ചു കിടക്കുന്ന ഒരു സ്വന്തം സഹോദരന്റെ മാംസം കുത്തി കീറി അതെടുത്ത് നമ്മൾ കഴിക്കാന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രക്കും നമുക്ക് അറപ്പുണ്ടാക്കുന്ന, ഇത്രയും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സീന് വേറെ ഇല്ല അല്ലെ? എന്നെങ്കിലും ഈ ആയത്തെത്തുമ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ട് ഇത് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, യൗമുൽ ഖിയാമ ഇമാജിൻ ചെയ്യുന്ന കാര്യം. സുബ്ഹാനല്ലാഹ്. എന്നെങ്കിലും ഈ ഒരു സീൻ, മരിച്ചു കിടക്കുന്ന നമ്മളെ സ്വന്തം സഹോദരൻ, നമുക്ക് സ്വന്തം അറിയാം, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടന്നിട്ട് അവര് ആ മരിച്ചു കിടക്കുന്ന സീനിൽ കുത്തി കയറി അതിൽ നിന്ന് മാംസം എടുത്തിട്ട് നമ്മളെ വായിലിടുന്ന ആ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലെ? നമ്മൾ ഈ പരദൂഷണത്തിനോട് എത്ര യൂസ്ഡ് ആണെങ്കിലും നമുക്ക് എത്ര നിസ്സാരമായിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിലും ഒരിക്കലും അതിന്റെ ആ ഒരു അഗ്ലിനെസ്, അതിന്റെ ആ ഒരു വൃത്തികേട് ഇല്ലാണ്ടാവുന്നില്ല. നമ്മൾ അതിനെത്ര നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കരുതിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പ്രവർത്തനത്തിന്റെ വൃത്തികേട് അത് എത്രത്തോളം ഡിസ്റ്റർബിങ് ആണെന്നുള്ള യാഥാർത്ഥ്യം അതിൽ നിന്ന് മാറുന്നില്ല. അതുപോലെ നമ്മൾ അങ്ങനെ ആ ഒരു ബാക്ക് ബൈറ്റിംഗ് എന്ന പരദൂഷണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിന്റെ റെപ്യൂട്ടേഷനിലെ ആ ഒരു വ്യക്തിന്റെ സൽപ്പേരിനെ എത്രത്തോളം ഡാമേജ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് ഈ ഇറച്ചി ഉള്ളിൽ ഇങ്ങോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്കിന്നിനെ കീറണം അല്ലെ? ഒരാളുടെ സ്കിന്നിനെ കീറി കഴിഞ്ഞാൽ അത് അയാളുടെ ബോഡി എക്സ്പോസ്ഡ് ആവും, ബോഡിക്ക് ദോഷം ചെയ്യും. സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പൊ നമ്മൾ ഒരു വ്യക്തിനെ കുറിച്ച് പരദൂഷണം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന, ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും ശരിക്കും ബേജാറാവേണ്ട ഒരു സീനാണ് അതല്ലേ? ആ വ്യക്തിന്റെ സൽപ്പേരിന് അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഒന്നും കൂടെ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ വെറുതെ ആ ഫ്ലഷിനെ മെല്ലെ ഒരു ബ്ലേഡ് വെച്ച് കീറി അത് എടുക്കുകയാണോ ചെയ്യുന്നത്? അതോ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താണ്, നിങ്ങൾ ഇഷ്ടപ്പെടുവോന്ന് അല്ലെ? നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട്, അതായത് നമ്മളൊരു ഭക്ഷണം എൻജോയ് എ മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നല്ല ലഞ്ചായിരുന്നു, ഞങ്ങൾക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ഇഷ്ടത്തോടു കൂടി ഒരു മീൽ കഴിക്കുന്ന കാര്യം ആലോചിച്ചൊക്കെ. ഇവിടെ ഒരു ക്രൂരമായിട്ട് അതിനെ കീറി മുറിച്ച് കഴിക്കുക എന്നുള്ളതല്ല. ഓക്കെ, ഇഷ്ടത്തോടു കൂടി ഈ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസത്തിനെ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കുന്നതൊന്ന് ആലോചിച്ചൊക്കെ. പലപ്പോഴും നമ്മളൊക്കെ പരദൂഷണം പറയുമ്പോൾ നമ്മളെ നാവിന് വല്ലാത്തൊരു രുചിയാണ് അല്ലെ? ആ നാവിന്റെ രുചിക്കല്ലേ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവാറ്. അപ്പം സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോഴുള്ള ഭക്ഷണം, അതെ, അവരുടെ മാംസത്തിനെ ഇങ്ങനെ വളരെ രുചികരമായിട്ട് നമ്മൾ എടുത്ത് കഴിക്കുക. സുബ്ഹാനല്ലാഹ്, എന്തൊരു ക്രൂരതയാ നമ്മൾ ചെയ്യുന്നത് അല്ലെ? അതും അതിനെ അപ്പുറത്തേക്ക് ഇതൊരു ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഭക്ഷണം മാംസം കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഡെഡ് ആയിട്ടുള്ള, അതായത് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഇറച്ചി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് തടയാൻ പറ്റുമോ? അത് പറ്റൂല അല്ലെ? നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കന്നെ. അതുപോലെയല്ലേ നമ്മൾ ഒരാളുടെ ആബ്സെൻസിൽ അയാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയല്ല എന്ന് വന്ന് പറയാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. നമുക്കറിയൂല അല്ലെ, നമ്മളടുത്ത് ചിരിച്ച് സംസാരിച്ച് നമ്മളെ പൊക്കി സ്തുതിച്ച് സംസാരിക്കുന്നവരും, എന്നാൽ നമ്മളില്ലാത്തപ്പോ നമ്മളെ കുറിച്ച് ആരൊക്കെയാ മോശം സംസാരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്ര കഠിനമായ ഓർമ്മപ്പെടുത്തൽ ഈ കാര്യത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട് അല്ലെ? ഈ ഒരൊറ്റ സെന്റൻസ് അല്ലെ, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് പിന്നാലെ അല്ലാഹു പറയുന്നുണ്ട് ഫകരിഹ്തുമു, നിങ്ങൾ അതിനെ വെറുക്കുന്നു. എന്നാൽ ഈ ഒരു ആയത്തില് എന്തെങ്കിലും നമ്മൾ നിന്നിട്ട് ഈ സീൻ ഒന്ന് ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ആ അള്ളാഹു ഉപയോഗിച്ച ഉപമയും അള്ളാഹു പറഞ്ഞ ആ ഒരു കാര്യവും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്താ തദബ്ബുറിന്റെ പവർ അല്ലേ? കൈയും കാലം കുഴയുന്നില്ല, എനിക്ക് കൈയും കാലം തളർന്നിട്ട് മുന്നോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. തുടർന്ന് മറ്റൊരു
ആംഗിൾ. ഖുർആനിലെ ഒരു കഥ വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് തോന്നുമ്പോൾ പലപ്പോഴും ഖുർആനിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കഥകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു റെപ്പിറ്റേഷൻ? നമ്മൾ പലപ്പോഴും ഈ ആയത്ത് പണ്ടേ അറിയുന്നതാണ്, ഓതി ഓതി ഇവിടെ ഇത് അവിടെയും പറഞ്ഞതാ ഇവിടെയും പറഞ്ഞതാ മറ്റേ സ്ഥലത്തും പറഞ്ഞതാ ഈ കഥ അവിടെയും പറഞ്ഞതാ. നമ്മൾ റിപ്പീറ്റേഷൻ കാണുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നത് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നതാണ്. പക്ഷെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു റീസൺ ഉണ്ടെന്ന് നിർത്തി ചിന്തിക്കുമ്പം സുബ്ഹാനല്ലാഹ്, ഇബ്നു അബ്ദീൻ റഹിമഹുല്ലാ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖുർആനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് ഒന്നും കൂടെ ആഴത്തിൽ അതിനോട് നോക്കാൻ, അവിടെ നിർത്തിയിട്ട് ഒന്നും കൂടെ നോക്കാൻ, അതിന്റെ മുമ്പ് വരുന്നതും അതിന്റെ പിന്നാലെ വന്നിട്ടുള്ളതും എന്താന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ക്ലിയർ ആവും. സുബ്ഹാനല്ലാഹ്. അപ്പം പലപ്പോഴും ജനറൽ ആയിട്ടൊരു റീസൺ ഉണ്ടാവും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പറഞ്ഞ ഒരു ഇൻസിഡന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അതിന് ജനറൽ റീസൺസിലേക്ക് വരുമ്പം നമുക്ക് പറയാവുന്നത്, അതായത് മൊത്തത്തിൽ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോറി എടുത്ത് പറയാതെ മൊത്തത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങളെ മനസ്സിലേക്ക് ഒരു കുട്ടി വരാം. ഒരു കുട്ടീൻ്റെ അടുത്ത് ഫുൾ ടോയ്സും ബുക്കും ഒക്കെ അവിടെ ഇവിടെ വാരി വലിച്ചിട്ടിട്ടുള്ള കുട്ടീൻ്റെ അടുത്ത് അത് ക്ലീൻ ചെയ്യാൻ ഒരു ദിവസം അല്ലെ മാസത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയോ? ദിവസത്തെ തന്നെ എത്ര പ്രാവശ്യം പറയണം അല്ലെ? എത്ര പ്രാവശ്യം? കുട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയൊന്നും ആവണ്ട, നമ്മളെ വളർന്ന പോത്തുപോലെ വളർന്നു വലുതായ പെൺകുട്ടികളുടെ അടുത്ത് നമ്മൾ പറയണല്ലേ, ആ ക്ലീൻ ചെയ്യേ, വാരി വലിച്ചിടല്ലേ, വാരി വലിച്ചിടല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലും ആ കുട്ടിയുണ്ട്, നമ്മൾ ഓരോരുത്തരിലും ആ കുട്ടിയുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളെ അടുത്ത് അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ അനുസരിച്ച് പിന്നെ നമ്മൾ അതിനകത്ത് അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും, നമുക്ക് മറന്നു പോകും അല്ലെ. നമ്മൾ പിന്നെ ആ കാര്യത്തിൽ അങ്ങ് മാറിപ്പോകും. വീണ്ടും പറയണം, വീണ്ടും പറയണം, വീണ്ടും വീണ്ടും പറയണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖുർആനിലുള്ള പല സ്റ്റോറീസും പല ലെസൺസും റിപ്പീറ്റ് ചെയ്തത് ഇന്റൻഷനലി ആണ്. അങ്ങനെ നമ്മൾ കേട്ട് 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 അത് നമ്മുടെ ഉള്ളില് സ്റ്റേബിൾ ആവണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ തദബ്ബറിനെ കുറിച്ച് കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ ആ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു അല്ലെ. റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളുടെ ആ ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനുഷ്യന്മാർ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മളൊന്നിനും കൊള്ളൂല സത്യം പറയാൻ. നമ്മളൊന്നും ഒരുപാടൊന്നും ചിന്തിക്കുകയില്ല, അതിന് എന്തെങ്കിലും മനസ്സിലായാൽ തന്നെ അത് മറന്നു പോകും, നമുക്ക് ഇഷ്ടമുള്ള വേറെ പലതിന്റെയും പിന്നാലെ പോകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റിയാലിറ്റിനെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെയും 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 പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ സൃഷ്ടിച്ച റബ്ബിനറിയാം ഇതുപോലെയുള്ള സ്റ്റോറികൾ പറയുമ്പം ഒരു ഡീപ്പായിട്ട് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് കുറേ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേത് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും ഒരു സ്റ്റോറി പറയുമ്പം അത് അവരുടെ മനസ്സിൽ അല്ലെ. ഇപ്പം തന്നെ ഈ ഒരു സീൻ, നമ്മൾ ആ ഒരു ലഹ്മിന്റെ സീൻ, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിന്റെ ഇറച്ചി മാംസം കഴിക്കുന്ന ആ ഒരു സീൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായില്ലേ ഇപ്പൊ, അത് നമുക്ക് കുറച്ചും കൂടെ ഒരു ലാസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കില്ലേ. അതുപോലെയാണ് സ്റ്റോറി, അതിന്റെ ഒരു വിഷ്വൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും സ്റ്റോറി ആവുമ്പോൾ. ഓക്കെ, അല്ലാതെ ഒരു പാഠം ഒരു കൽപ്പന പറഞ്ഞിട്ട് പോകുമ്പോൾ അതത്ര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം സ്റ്റോറിക്ക് ഒരു ഇഫക്റ്റ്, നമ്മുടെ ആ ഒരു ഇമേജിന് ഒരു ഇഫക്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ചിലത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ആണെങ്കിലും ചിലത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ആണെങ്കിലും അതിനൊരു ഇഫക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. എന്നിരുന്നാലും ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ പല മെമ്മറീസും നമുക്ക് മറന്നു പോകും. അപ്പൊ ഖുർആൻ വീണ്ടും തിരിച്ചു വരും ആ കഥയിലേക്ക്, വീണ്ടും തിരിച്ചു വരും ആ കഥയിലേക്ക്, ഒരു സ്റ്റഡി ആയിട്ടുള്ള പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു വഴിയില്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഒരു പാറന്റെ മുകളിൽ അത് അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോലെ ഉള്ള പിന്നെയും വെള്ളം കൊണ്ടേ ഒഴിക്കും, പിന്നെയും വെള്ളം കൊണ്ടേ ഒഴിക്കും, എന്നാലേ അതിനാവശ്യത്തിന് അവിടെ കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഈ റിപ്പിറ്റീഷൻ എന്ന് പറയുന്നത് ഖുർആന്റെ ഭംഗി, പവറും ഭാഷയുടെ പവറിനും ഭയങ്കര ഒരു ഭംഗി തരുന്ന ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമ്മൾ മനുഷ്യന്മാർ പൊതുവെ എന്തെങ്കിലും എഴുതുമ്പം ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ തന്നെ അതിൽ വാക്കുകളും സെന്റൻസസും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കില്ലേ, ബോറിങ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെ ഇപ്പൊ ആരുടെങ്കിലും എഴുതിയതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കിക്കോട്ടോ, അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ബോറടിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഖുർആൻ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ഖുർആന്റെ ഭാഷയുടെ പവറാണ് കാണിക്കുന്നത്. എന്നാൽ ഖുർആന് ബോറടി വരുന്നില്ല, ക്ലാരിറ്റി കൂട്ടുന്നുണ്ട്, ഭംഗി കൂട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓരോ പ്രാവശ്യം സ്റ്റോറി പറയുമ്പോൾ പുതിയ പുതിയ ലെസൺസ് കിട്ടുന്നുണ്ട് അല്ലെ.
പുതിയ പുതിയ ഹിദായത്തിനുള്ള വാതിലുകൾ തുറക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ വളരെ ചെറിയ, അതായത് സെയിം സ്റ്റോറി തന്നെ ഒരു വാക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടാവും. ആ ഒരു വാക്കിന്റെ ചേഞ്ച് തന്നെ ഭയങ്കര ഒരു ഭംഗിയും ഭയങ്കര ഒരു പുതിയ ചിന്തയും ലെസണും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ അതിന് പറ്റും. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പം ഓരോ വിശ്വാസിക്കും, അതിപ്പം ചിലര് ഒരു 10 ആയത്ത് പഠിച്ച് ബൈഹാർട്ടാക്കിയ ആൾക്കാരായിരിക്കും, ചിലർ 10 ജുസ് തന്നെ ബൈഹാർട്ടാക്കിയ ആൾക്കാരായിരിക്കും. പക്ഷെ ഓരോരുത്തർക്കും ഈ ഒരു ഗുണം കിട്ടണം അല്ലെ. ഇപ്പൊ നമ്മള് നൂർസുദ്രിയിൽ വരുന്നവരടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഒന്നും മുമ്പ് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ആയത്തിൽ ഞങ്ങളെ ഗുണം കൂടിക്കോ അല്ലെ. എവിടുന്നാ നിങ്ങൾക്ക് വേണ്ടത് കിട്ടുകയെന്ന് അറിയില്ല. അപ്പൊ ഖുർആനിലെ സ്റ്റോറികളും ലെസൺസും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ അവരെവിടെയാണോ വരുന്നത് അവിടുന്ന് അവർക്ക് ആ ഗുണം കിട്ടും. അത് ഖുർആന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഒരു കാര്യം ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നെങ്കിൽ അല്ലെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൂറത്തുൽ അലഖാണ് ആദ്യം വന്നത് അല്ലെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ സീരീസ് ഉണ്ട്. ഓർ നമുക്ക് കുറച്ചും കൂടെ അറിയാം, അമ്മ ജൂസ് 30th ജൂസ് ഫുൾ മക്കിയായിട്ടുള്ള സൂറത്തുകളാണ്. അവർക്ക് ആദ്യം അതാ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇപ്പുറത്തുനിന്നാ തുടങ്ങിയത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ കഥകളും ലെസൺസും ഒക്കെ വെച്ചിട്ടുള്ളത് ആര് എവിടുന്ന് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നുള്ള പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോ വിശ്വാസിയുടെയും, അത് ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ഓരോരുത്തരുടെയും കൈയെത്തുന്ന ദൂരത്ത് ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കിന്റെ വെളിച്ചം, ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു അങ്ങനെ പാകി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖുർആനിൽ എന്തെങ്കിലും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആഴത്തിലങ്ങ് നോക്കിയേക്കാം. എന്താ അതിന്റെ മുമ്പ് പറഞ്ഞേ, എന്താ അതിന് ശേഷം പറഞ്ഞേ, എന്തുകൊണ്ടാ അത് ഇവിടെ പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളോട് തന്നെ അത് തുറന്നു തരും. സുബ്ഹാനല്ലാഹ്. നമ്മളോടെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും, നിങ്ങൾ ഓരോരുത്തർക്കും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഞാൻ പറഞ്ഞല്ലോ, അതിന് വേറെ ഡിഗ്രിയും കുറെ പൈസയും എവിടെയും കൂടെ കൊടുക്കൊന്നും വേണ്ട. ആ ഒരു മരുഭൂമിയിലെ യാത്രക്കാരനെ ഓർക്കുക, കല്ലിന് എന്തോ ഇത് എന്നിലേക്ക് ഈ കല്ലെത്തിയതിൽ എന്തോ കാര്യമുണ്ട്, ഈ ഉൽക്ക ഇവിടെ പതിച്ചതിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അതെടുത്ത് ഉരച്ചു നോക്കി, ചൂട് വന്നു എന്നിട്ട് ഉരച്ചു നോക്കി, സഹിക്കാൻ പറ്റാത്ത ചൂടായി എന്നിട്ട് ഉരച്ചു നോക്കി, അയാളിലേക്ക് ആ വെളിച്ചം എത്തി അല്ലെ. എന്നാൽ ഈ കല്ല് വേറൊരാൾക്ക് കൊടുത്തപ്പോൾ അയാൾക്ക് അത് പിടിക്കാൻ പറ്റാണ്ട് വേഗം തിരിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അള്ളാഹ് തുറന്നു തരും. പക്ഷെ അവിടെ മറ്റേ ആൾ, അതായത് ആദ്യത്തെ ആൾക്ക് ആ വെളിച്ചം ഉള്ളിൽ നിന്ന് വന്നു, മറ്റേ ആള് ഇല്ലാത്ത സ്വന്തം വെളിച്ചമില്ല, പക്ഷെ ഇയാളുടെ വെളിച്ചത്തിനെ ഫോളോ ചെയ്തു. പക്ഷെ അയാൾ ആദ്യത്തെ ആൾക്കും രണ്ടാമത്തെ ആൾക്കും ഉണ്ടായ എക്സ്പീരിയൻസ് ഡിഫറെന്റ് അല്ലെ. സ്വന്തം വെളിച്ചമില്ലാത്ത ആള് ഇടക്ക് വീണു പോകുന്നുണ്ടായിരുന്നു, ഇടക്ക് വഴി തെറ്റുന്നുണ്ടായിരുന്നു, ഇടക്ക് പ്രയാസങ്ങൾ, മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റേ ആൾക്ക് അയാളുടെ ഹൃദയത്തിനുള്ളിൽ വെളിച്ചുള്ളത് കൊണ്ട് സുഖമായിട്ട് നടക്കാൻ പറ്റി അല്ലെ, വഴി അറിഞ്ഞ് നടക്കാൻ പറ്റി. അപ്പൊ നമ്മൾ തീരുമാനിക്കുക നമുക്കിത് ആരെങ്കിലും വെളിച്ചം മതിയോ, നമ്മളെ സ്വന്തം വെളിച്ചം വേണോ എന്നുള്ളത്. ആ സ്വന്തം വെളിച്ചത്തിന്റെ സുഖവും ഭംഗിയും വേണോന്നുള്ളത്. അതിനൊന്നും വേണ്ട അല്ലെ. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോണ്ട, ആത്മാർത്ഥതയോട് കൂടി നമ്മളെ കയ്യിലുള്ള ഖുർആനെ നമ്മളിലേക്ക് എത്തിയ അറിവ് ഉപയോഗിച്ച് വീണ്ടും 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 നിർത്തി ചിന്തിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു ആംഗിൾ പറയുന്നത്, ഖുർആനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ശിക്ഷയോ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഫലമോ ഒക്കെ, അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് ചോദിക്കാം, എന്തായിരിക്കും ഈ പ്രവർത്തനത്തിന് ഈ ശിക്ഷ കൊടുത്തത്, അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന് ഈ പ്രതിഫലം കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതിന് സൂറത്ത് സജ്ദയിൽ فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ആർക്കും അറിയില്ല തങ്ങൾക്കായി കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെയാണ് രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന്. അവർ പ്രവർത്തിച്ചതിനുള്ള ഫലമാണ് അതെല്ലാം. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു ശേഷം ഇത് പറയുന്നത്, രാത്രിയിൽ ആത്മാർത്ഥമായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കും രഹസ്യമായിട്ട് ചാരിറ്റി നൽകുന്ന ആളുകളും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിന്റെ ഒരു കണക്ഷൻ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അവരെന്താ ചെയ്തത്, അവരുടെ നന്മകൾ അല്ലെ, അവരുടെ അമലുകൾ, അവരുടെ ആത്മാർത്ഥത കാരണം അവരതിനെ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവർക്കായിട്ട് കൺകുളിർമയുള്ള രഹസ്യമായിട്ടുള്ള എന്തൊക്കെയോ അള്ളാഹുവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത, ആരോടും പറഞ്ഞിട്ടില്ലാത്ത രഹസ്യമായ പ്രതിഫലങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പം ചില പ്രത്യേക പ്രതിഫലങ്ങൾക്ക് അതിന്റെ ആക്ഷന് എന്തോ പ്രത്യേകതയുണ്ടാവും. അപ്പൊ അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അത് തന്നെ വേണമെന്ന് തോന്നും അല്ലെ.
അതൊക്കെ എപ്പോഴാ കിട്ടുക? അതൊന്ന് നിർത്തി ആലോചിക്കുമ്പോഴാണ്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് സൂറത്ത് ഹൂദില് فلما جاء أمرنا جعلنا عاليها سافلها സൂറത്ത് ഹൂദിൽ 82-ാമത്തെ ആയത്താട്ടോ. وأمطرنا عليها حجارة من سجيل منضود. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നെത്തി ആ നാടിനെ നാം കീഴ്മേൽ മറിച്ചു. അട്ടിയായി ചൂള വെച്ച മൺകട്ടകൾ നാം നാടിന്റെ മേലെ വർഷിച്ചു. ഇവിടെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് കൊടുത്ത സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ശിക്ഷയാണ് ഭൂമിനെ കീഴ്മേൽ മറിക്കുക. അതിനുശേഷം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മഴ അതായത് അട്ടിയായിട്ട് ചൂള വെച്ച മൺകട്ടകൾ മഴ പോലെ അവരുടെ മേലെ വർഷിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത് കൊടുത്തത്? അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? അവര് നാച്ചുറൽ ഓർഡറിന് പ്രകൃതിയാ ഉള്ള കാര്യത്തിന് തലകീഴ മറിച്ചവരായിരുന്നു അവരല്ലേ. സെയിം ജെൻഡർ സെക്സ് സുബ്ഹാനല്ലാഹ്. പ്രകൃതിന്റെ ഓർഡറിനെ തെറ്റിച്ച ആൾക്കാരാണ് അവർ. ഭൂമി തലകീഴ മറിച്ചാണ് അവർക്ക് ശിക്ഷ കൊടുത്തത്. ആൻഡ് അവര് വളരെ വിലയേറിയ മെൻ ഫ്ലൂയിഡ് സെമൻ അവര് നഷ്ടപ്പെടുത്തിയില്ലേ. പുരുഷന്മാരുടെ സെമൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ തലമുറകളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവരതിനെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒരു മോശപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു അല്ലെ. സുബ്ഹാനല്ലാഹ്. സോഴ്സ് ഓഫ് ലൈഫ്. ശരിക്കും മഴ എന്താണ്? സോഴ്സ് ഓഫ് ലൈഫാണ് അല്ലെ. അപ്പം അവരുടെ അടുത്ത് മോശപ്പെട്ട രീതിയിൽ ഒരു മഴ അവരെ മേലേക്ക് വർഷിപ്പിക്കുകയാണ്. ചൂള വെച്ച മൺകട്ടകൾ അവരെ മേലേക്ക് ഇട്ടിട്ട് അവര് ജീവന്റെ സോഴ്സായ സെമനെ നഷ്ടപ്പെടുത്തിയ ആളുകളായതുകൊണ്ട് ജീവന്റെ സോഴ്സായ മഴ കൊണ്ട്, മോശപ്പെട്ട ഒരു മഴ കൊണ്ട് അവരെ ശിക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്. ഒന്ന് നിർത്തി ചിന്തിക്കുകയാണെങ്കിൽ അല്ലെ. ഇനി വേറൊരു ആംഗിൾ പറയുന്നത് സമാനമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ കാണുമ്പോൾ, നേരത്തെ പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. ഓക്കെ, ഇവിടെ മുത്തശാബിഹ് എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരേപോലെയുള്ള വാക്കുകൾ കാണുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഇത് ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അത് എക്സാക്ട്ലി അതുപോലെ വരാതെ ചെറിയൊരു വാക്കിന് ഒരു വ്യത്യാസം എന്താ ഇവിടെ വന്നത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അല്ലെ. റിപ്പീറ്റ് ചെയ്തതിന് ഒരു കാരണം ഉണ്ടാവും, നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു. എന്നാ ഒരു ചെറിയൊരു വ്യത്യാസം മുത്തശാബിഹായിട്ടുള്ളതിനും ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടില്ലേ എന്തുകൊണ്ട് ഇതിവിടെ വന്നു ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഉത്തരവും കിട്ടൂല. നമുക്കറിയാം വർഷങ്ങളായിട്ടും ഹിഫ്ള് പഠിപ്പിക്കുന്നവർക്ക് മുത്തശാബിഹ് പഠിപ്പിക്കാറുണ്ട് അല്ലെ. ഇന്ന ആയത്തുകൾ ഒരേപോലെ വരുന്നു. അപ്പൊ നിങ്ങൾ മെമ്മറൈസേഷനിൽ നമുക്ക് പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം അല്ലെ, ഒരേപോലെ ആയത്ത് ഒന്നിൽ നിന്ന് നമ്മൾ വേറെ ഒരു സൂറത്തിലേക്ക് തന്നെ പോകും. ബഖറയിൽ നിന്ന് സൂറത്ത് സജദയിലേക്ക് പോകും അല്ലെ. അതുപോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കയറിപ്പോകും. കാരണം എന്താ, ഒരേപോലെയുള്ള ആയത്തുകൾ നമ്മൾ ഓതി നമ്മളെ മനസ്സ് പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ വേറൊരു ആയത്തിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഹിഫ്ള് പഠിപ്പിക്കുന്നവരെ പണ്ട് മുതലേ ഉള്ള ഒരു ടെക്നിക്കാണ് മുത്തശാബിഹുകൾ മാർക്ക് ചെയ്യുക. അവർ മുസ്ഹഫ് തന്നെ മാർക്ക് ചെയ്ത് വെക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്. അവരുടെ ഹിഫ്ള് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഹിഫ്ളിന്റെ അല്ലാത്ത സാധാരണ നമ്മളെ പോലെയുള്ള മുസ്ലിങ്ങളെ അടുത്ത് നമ്മളെ ചിന്തകള്, നമ്മളെ തദബ്ബുറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശാബിഹുകൾ എക്സാമിൻ ചെയ്യുന്ന ഒരു രീതി നമ്മൾ ആരും ശ്രമിച്ചിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലപ്പോഴും മുത്തശാബിഹുകൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആന്റെ, പ്രത്യേകിച്ച് ഖുർആന്റെ ഭാഷയുടെ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമുക്കറിയാം സൂറത്ത് ആൽ ഇമ്രാനിൽ നമ്മൾ മുത്തശാബിഹുകളെ കുറിച്ച് കുറച്ചൊരു അത്യാവശ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ സൂറ സുമാറിൽ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ. ഏറ്റവും വിശിഷ്ടമായ വർത്തമാനമാണ് അള്ളാഹു ഇറക്കി തന്നത്, വചനങ്ങളിൽ പരസ്പര ചേർച്ചയും. മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അത് പരസ്പര ചേർച്ചയും ആവർത്തനവുമുള്ള ഗ്രന്ഥമാണിത്. അത് കേൾക്കുമ്പോൾ തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ രോമാഞ്ചമണിയുന്നു. നമ്മുടെയൊക്കെ ചർമ്മം രോമാഞ്ചമണിയാറുണ്ട് മുത്തശാബിഹ് കാണുമ്പോൾ. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവെ ഓർക്കാൻ പാകത്തിൽ വിനീതമാകുന്നു. ഇതാണ് ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി. ഇതാണ് അള്ളാഹുവിന്റെ മാർഗദർശനം. യഹ്ദീ ബിഹി മയ്യശാ. അതുവഴി അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാഹു വഴികേടിലാക്കുന്നവരെ ആർക്കും നേർവഴിയിലാക്കാനും ആവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ മുതശാബിഹുകളും ആവർത്തനങ്ങളും ഒക്കെ ഉള്ള ഗ്രന്ഥാണത്. അള്ളാഹിനെ ഭയപ്പെടുന്നവര് അത് ആലോചിക്കുമ്പോൾ അവരുടെ ചർമ്മങ്ങൾ രോമാഞ്ചമണിയും. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുതശാബിഹുകൾ കാണാറുണ്ടോ? കണ്ടെന്ന് നടിക്കാറുണ്ടോ? എന്തുകൊണ്ട് ഇതിവിടെ വന്നു എന്ന് ചിന്തിക്കാറുണ്ടോ?
ഇല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇത് പറയുന്നത്. നമുക്ക് ഇനി ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ആരും ബേജാറാവാൻ വേണ്ടി ഒന്നും പറയുന്നതല്ല. പക്ഷെ നമ്മളിലേക്ക് എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഖുർആൻ ഇങ്ങനെ ഇതുപോലെ സ്മോൾ സ്മോൾ ഡിഫറൻസസ് കൊണ്ട് നമ്മളെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. മൂസ അലൈഹിസ്സലാം അതായത് അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് ആക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു സീൻ സൂറത്ത് ഖസസിലെ 17-ാമത്തെ ആയത്ത്. ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ ഫലൻ അകൂന ളഹീറൻ ലിൽ മുജ്രിമീൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, നീ എനിക്ക് ധാരാളം അനുഗ്രഹം തന്നല്ലോ, അതിനാൽ ഞാൻ ഇനി ഒരിക്കലും കുറ്റവാളികൾക്ക് തുണയാവുകയില്ല. എന്നാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ മൂസ അലൈഹി ഇസ്ലാം കാണിക്കുന്ന നന്ദിയാണത്. ഓക്കെ, എന്നാ സൂറത്ത് അറാഫില് ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കുമ്പോൾ വെറുപ്പാണ് കാണിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് പോയിക്കോളാൻ പറഞ്ഞപ്പം അത് സൂറ അറാഫിലും ഉണ്ട്, ഇത് സൂറ ഹിജ്റിലും ഇതേപോലെ ഒരു സംഭവം വരുന്നുണ്ട്. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. അവൻ പറഞ്ഞു, എന്റെ നാഥ, നീ എന്നെ വഴികേടിലാക്കി, അതേപോലെ ഭൂമിയിൽ ഞാൻ അവർക്ക് ചീത്തവൃത്തികൾ ചേതോഹരമായി തോന്നിപ്പിക്കും, അവരെയൊക്കെ ദുർമാർഗത്തിലാക്കുകയും ചെയ്യും തീർച്ച. ഒരു കോൺട്രാസ്റ്റ് അല്ലെ. രണ്ടും ഒരേപോലെ സംഭവങ്ങളാണ്, ഒരേ കാര്യങ്ങളാണ് നടക്കുന്നത്. അള്ളാഹു ഒരു സ്ഥലത്തുനിന്നും പുറത്താക്കുന്നതാണ് ഓരോ കൂട്ടരെ അല്ലെ. അപ്പം നമ്മൾ ഓരോ കാര്യത്തിനെയും എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മളെ ജീവിതം എവിടെയാണ് അവസാനിക്കുക എന്നുള്ളത് അല്ലെ. നമ്മളെ ജീവിതത്തിൽ ഓരോന്നും യെസ് ഇത് ഹൈറിനാണ്, ഇത് ഹൈറിനാണ് നമ്മൾ നോക്കി കാണുമ്പോൾ അത് നമ്മൾ ഹൈറിൽ എത്തിക്കും. എന്നാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, എന്നാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അത് നമ്മൾ ചിലപ്പം അള്ളാന്റെ പേരെടുത്ത് പറഞ്ഞ കുറ്റം പറയുന്നുണ്ടാവില്ല, പക്ഷെ എന്നാലും ഓരങ്ങനെ ചെയ്തുകൊണ്ട് ഇത് സംഭവിച്ചില്ലേ എന്നും പറഞ്ഞ് നമ്മൾ പരാതിയായിരിക്കുമ്പോൾ ഇൻഡയറക്ട്ലി ഓരത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അനുവദിച്ചോണ്ടാ അല്ലെ. അപ്പൊ അള്ളാഹിനെ കുറ്റപ്പെടുത്താണ്. അപ്പം അവർക്ക് എങ്ങനെയാണ് ഒരു നല്ല അവസാനം ഉണ്ടാവുക? ഇവിടെ ഇബ്ലീസിലെ അള്ളാഹ് നീ എന്നെ വഴികേടിലാക്കി എന്നാ പറഞ്ഞത്, എങ്ങനെ ഇബ്ലീസിന് നല്ല അവസാനം ഉണ്ടാവാം? എന്നാ മൂസ അലൈഹി ഇസ്ലാമോ, അള്ളാഹുവേ നീ എനിക്ക് എന്താണ് ധാരാളം അനുഗ്രഹം തന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും മോശപ്പെട്ടവരുടെ കൂടെ ആവില്ല എന്നാ പറയുന്നത്. ഈജിപ്തിൽ നിന്നും വന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് നല്ല അവസാനമാണോ ഉണ്ടായത്? അതെ, അൽഹംദുലില്ലാ അല്ലെ. അതുപോലെ സൂറത്ത് ഖസസില് ഒരു വ്യക്തി ഒരു പട്ടണത്തിന്റെ മറ്റേ അറ്റത്ത് നിന്ന് ഓടി വന്നു എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ട് 20-ാമത്തെ ആയത്തില്. وجاء رجل من أقصى المدينة يسعى قال يا موسى إن الملأ يأتمرون بك ليقتلوك فاخرج إني لك من الناصحين. അപ്പോൾ പട്ടണത്തിന്റെ മറ്റേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു മൂസ അലൈഹി ഇസ്ലാമിനെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇനി ഇതേപോലെ സൂറ യാസീനില് 20-ാമത്തെ ആയത്തില് വരുന്നുണ്ട് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ. ഓക്കെ, മറ്റൊരിടത്ത് എങ്ങനെയാണ്? വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ. ഇവിടെ വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ. ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു, എന്റെ ജനമേ നിങ്ങൾ ഈ ദൈവദൂതന്മാരെ പിൻപറ്റുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓർഡർ ഡിഫറെന്റ് ആയത് പറഞ്ഞതിന്റെ? ഒരുപക്ഷെ ആദ്യത്തെ എക്സാമ്പിളിൽ ആ ഓടി വന്ന ആളുടെ ധൈര്യത്തിനെയാണ് എന്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ എക്സാമ്പിളിൽ അയാൾ ഓടി വന്ന ദൂരത്തിനെയാണ്, എത്രയോ ദൂരം കടന്നു വന്നിട്ടാണ് അതിന് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ദൂരത്തിനെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വ്യക്തി ഫിറൗനെ ഓർമ്മിപ്പിക്കാൻ വരികയാണ്, മൂസ അലൈഹി ഇസ്ലാമിനെ ഓർമ്മിപ്പിക്കാൻ വരികയാണ്, ഫിറൗന്റെ ആളുകൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്. അയാൾ അത്രയധികം റിസ്ക് എടുത്ത് വരികയാണ് അല്ലെ. അപ്പൊ ആ വ്യക്തി എടുക്കുന്ന ആ ഒരു റിസ്കിനെ ആ വ്യക്തിനെ അവിടെ ഹൈലൈറ്റ് ചെയ്യണം. രണ്ടാമത്തെ വ്യക്തി ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വരികയാണ്, ആളുകളെ എന്താക്കാൻ വേണ്ടിയിട്ട്, ഈ പ്രവാചകനെ പിന്തുടരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വജാഅ മിൻ അഖ്സൽ മദീനത്തി. അപ്പൊ ആ ഒരു പട്ടണത്തിന്റെ ലെങ്ത്തിന് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരേ കാര്യം ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചത് എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിന്റെ നമുക്ക് അറിയാവുന്ന, അപ്പം ഇതിനൊന്നും ചിലപ്പോൾ തഫ്സീർ അറിയാതെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ പ്രയാസം പോലെ തോന്നും. പക്ഷെ ഇതിന്റെ തഫ്സീർ അറിഞ്ഞിട്ട്
നമ്മളിത് ചിന്തിക്കുമ്പോൾ അപ്പൊ നമ്മളിലേക്ക് തന്നെ ഈ ഉത്തരങ്ങൾ എത്തും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഖുർആൻ പലപ്പോഴും നമ്മളെ അലൽ ഹിദായ അല്ലെ, ഹിദായത്തിന്റെ മേലേന്നും ഫി ഗൊലാലത്തിൽ ആയിരിക്കുക എന്നുള്ളതും അങ്ങനെ പ്രയോഗിക്കുന്നത് കാണാം പല സ്ഥലങ്ങളിലും. റിപ്പീറ്റഡ് ആയിട്ട് അത് അങ്ങനെ തന്നെയാ വരുന്നത്. ഓക്കെ, അലൽ ഹിദായ, അലൽ ഹുദ, ഓക്കെ, അങ്ങനെയാണ് വരിക. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ഡിഫറൻസ് എന്തുകൊണ്ട് ഹിദായത്തിന് അല എന്നും പറയുന്നു, ഗൊലാലത്തിന് ഫീൽ എന്നും പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ ഹിദായത്തിലായിരിക്കുമ്പോൾ ഹിദായത്ത് നമ്മളെ അതിന്റെ മേലെ ക്യാരി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണം. എന്നാൽ വലാലത്തിലായിരിക്കുമ്പോൾ നമ്മള് മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് മുങ്ങി 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 താണുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കൽപ്പന എന്താ ഇങ്ങനെ, ഈ കൽപ്പന എന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിന്റെ ചുഴിയിൽ ഇങ്ങനെ പെട്ട് താഴോട്ട് പോകും. എന്നാൽ ഹിദായത്തില് നമ്മള് അത് നമ്മളിങ്ങനെ ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആദരവുണ്ട്, മറ്റു പല പ്രവാചകന്മാർക്കും കൊടുക്കാത്തത്. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചതിലുള്ള ഡിഫറൻസ്, അതായത് മറ്റു പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന അല്ലെങ്കിൽ അവരെ അഡ്രസ് ചെയ്യുന്ന രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം നോക്കിയാൽ, ഇപ്പൊ ആദം അലൈഹി ഇസ്ലാമിനെ ആണെങ്കിലും നൂഹ് അലൈഹി ഇസ്ലാമിനെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ, ദാവൂദ് അലൈഹി ഇസ്ലാമിനെ, മൂസ അലൈഹി ഇസ്ലാമിനെ, ഈസാ അലൈഹി ഇസ്ലാമിനെ ഒക്കെ അവർ പേര് വെച്ച് അഡ്രസ് ചെയ്യുന്ന നോക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ ഒന്നെങ്കിൽ നബി അല്ലെങ്കിൽ റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഡ്രസ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു ടൈറ്റിലിന്റെ ഓണർ മറ്റു പ്രവാചകന്മാരെക്കാളും അർഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു ആ സ്പെഷ്യൽ ഓണർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും സൂറത്ത് ത്വാഹയിൽ പറയുന്നുണ്ട്, ഖാലഹും അദ്ദേഹം പറഞ്ഞു, അവരിതാ എന്റെ പിറകിൽ തന്നെയുണ്ട്, ഞാൻ നിന്റെ അടുത്ത് തൃപ്തിപ്പെട്ടു വന്നത് നീ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതായത് മൂസ അലൈഹി ഇസ്ലാം ആളുകളുടെ കൂടെ പോകുമ്പോൾ ആദ്യം ചെന്നിട്ട് അള്ളാന്റെ തൃപ്തി ചോദിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ദുഹാൽ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, വൈകാതെ തന്നെ നിന്റെ നാഥൻ നിനക്ക് നൽകും, അപ്പോൾ നീ സംതൃപ്തനാകും. അപ്പൊ അള്ളാന്റെ തൃപ്തി ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ചോദിക്കാതെ തന്നെ അള്ളാഹു നൽകുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് ഒരിക്കലും മൂസ അലൈഹി ഇസ്ലാമിനെ കുറച്ച് കാണല്ലോ ഇവിടെ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഉയർത്തുകയാണ്. ഓക്കെ, അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് ചോദിച്ചു നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചോദിക്കാതെ നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിനെ ഫിർഔന്റെ അടുത്തേക്ക് അയച്ചപ്പം റബ്ബി ഇശ്റഹ് ലി സ്വദ്രി അല്ലേ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുക, വയസ്സിർലി അമ്രി, എന്റെ കാര്യം നീ എളുപ്പാക്കുക, വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി. സുബ്ഹാനല്ലാഹ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു എന്താ പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിദ്റക് അല്ലദീ അൻഖദ ദഹ്റക്, നിന്റെ ഹൃദയം ഞാൻ വിശാലമാക്കിയില്ലേ, നിന്റെ ഭാരം നിന്നിൽ നിന്ന് ഇറക്കി വെച്ചില്ലേ, നിന്റെ മുതുകിനെ നെരിച്ചുകൊണ്ടിരുന്ന ആ ഭാരം. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി ഇസ്ലാം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരത്തെ അങ്ങ് കൊടുക്കുക, ആ ഒരു പൊസിഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് അലാല് വനുയസ്സിറുക ലിൽ യുസ്റ, എളുപ്പമായ ഒരു വഴി നാം നിനക്ക് ഒരുക്കി തരും. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറ മറിയമില് ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീന വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദ, നാം ഈ വചനങ്ങളെ നിന്റെ ഭാഷയിൽ വളരെ ലളിതവും സരളവും ആക്കിയിരിക്കുന്നു. എല്ലാ സ്ഥലത്തും അള്ളാഹു എളുപ്പം അങ്ങോട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചോദിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കൊടുത്തിട്ടുണ്ട്, ചോദിക്കാതെ തന്നെ. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹിന്റെ പ്ലാനിന്റെ ഭാഗമായിരുന്നു അല്ലെ, ഫിറഔന്റെ ഭാര്യ ആസിയയുടെ ഇഷ്ടം മൂസ അലൈഹി ഇസ്ലാമിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. സൂറത്ത് ത്വാഹയിൽ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അതിതായിരുന്നു, നീ ആ ശിശുവെ പെട്ടിയിൽ അടക്കം ചെയ്യുക, എന്നിട്ട് പെട്ടി നദിയിൽ ഒഴുക്കുക, നദി അതിനെ കരയിലെത്തിക്കും, എന്റെയും ആ ശിശുവിന്റെയും ശത്രു അവനെ എടുക്കും. മൂസ, ഞാൻ എന്നിൽ നിന്നുള്ള സ്നേഹം നിന്റെ മേൽ വർഷിച്ചു, അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, നീ എന്റെ മേൽനോട്ടത്തിൽ വളർത്തപ്പെടാൻ വേണ്ടി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ആ ഒരു കെയർ ഒന്ന് ആലോചിച്ച് നോക്ക്, വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം.
നീ ഉണർന്നെഴുന്നേ സോറി നീ നമ്മുടെ കൺപാടിൽ തന്നെയാണ്. ഇന്നക ബി അയുനിന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും സ്പെഷ്യൽ കെയർ ആണ്. നേരിട്ട് അള്ളാഹുന്റെ സ്പെഷ്യൽ കെയർ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ലെ, അവിടെ ലൂത്ത് ഉണ്ടല്ലോ, ഖാല ഇന്ന ഫീഹാ ലൂത്തൻ. അപ്പൊ മലക്കുകൾ പറയുന്ന ഒരു കാര്യം, ഇത് സൂറ അൻകബൂത്തിലെ 32-ാമത്തെ ആയത്ത്. ഖാലു നഹ്നു അഅലമു ബിമൻ ഫീഹാ, അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ലാ ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ, അദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ അവർ പിന്മാറുന്നവരിൽ പെട്ടവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കുന്ന ഒരു പട്ടണം നശിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻഫാലിൽ എന്താ പറയുന്നത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അപ്പൊ എന്താ ഡിഫറൻസ്? ഒരു പ്രവാചകൻ അല്ലെ, അവരുടെ ആളുകളെ നശിപ്പിക്കുന്നതിന് മുമ്പ് പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത് കൊണ്ട് ആ ആളുകളെയെ നശിപ്പിക്കാതെ വിട്ടു. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ സിമിലർ പക്ഷേ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ്. സുബ്ഹാനല്ലാഹ്, അതിനെ ശ്രദ്ധിക്കുക. അതുപോലെ ചില ആയത്തുകളുടെ അവസാനത്തിൽ എന്തുകൊണ്ട് അള്ളാഹിന്റെ ഈ പേര് ഇവിടെ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ പറയുന്നത്, അതൊക്കെ ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം അതാണ് നമ്മളെ സിമിലാരിറ്റീസും ഇതുപോലെയുള്ളതിന്റെ പിന്നാലെ പോയി കറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ആ ഒരു ഭാഗം. ഓക്കെ, ഇത് അൺലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു കാര്യമാണ്. ഖുർആനിൽ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ കാണും ചിന്തിക്കാനാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ഓരോ ആയത്തും എടുത്തു വെച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇരുപ്പ് തന്നെ കുറെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാവധാനം നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ സമയം കൊടുക്കണം, നമ്മൾ ആ മൊമെന്റ് എൻജോയ് ചെയ്യാൻ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. 10 മണിയായില്ലേ, വെള്ളിയാഴ്ചയാണ്. ഒരു വിഷയം കൂടെ പറയാനുള്ള സമയം. നിങ്ങൾ വെള്ളിയാഴ്ചയുടെ തിരക്കുകളിലേക്ക് പോകുന്നവർക്ക് എക്സിറ്റ് ചെയ്യാട്ടോ ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ളവർക്ക് പറയാം, എന്നിട്ട് നിങ്ങൾ റെക്കോർഡിംഗ് കേൾക്കാൻ നോക്കുക ഇൻഷാ അല്ലാഹ്. എന്നാ ഇതും കൂടെ പറഞ്ഞിട്ട് പോവാം. അടുത്തത് പേഴ്സണലൈസ് ദ മെസ്സേജ്. അതായത് ഓരോന്നും ഇത് എന്നോടാണ് പറയുന്നത് എന്ന് ചിന്തിക്കുക. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാലും അതിനെ നമുക്കൊന്ന് മെല്ലെ അങ്ങോട്ട് കീറി മുറിച്ച് നോക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം ഖുർആനിൽ വിശ്വസിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ് അതിലുള്ള ഓരോ ആയത്തിനും എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തോ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുക എന്നുള്ളത്. ഓക്കെ, ഞാനിതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഇത് എന്നോട് എന്താണ്, എനിക്ക് എന്തോ ചെയ്യാനുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് വിശ്വസിക്കാം. അപ്പൊ നമുക്ക് അത് ചിന്തിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ ഈ ഒരു കണക്ഷൻ ഫൈൻഡ് ചെയ്യുക, നമ്മളുമായിട്ടുള്ള കണക്ഷൻ, വായിക്കുന്ന നമ്മളുമായിട്ടുള്ള കണക്ഷൻ. അതൊരിക്കലും ടീച്ചർ പറഞ്ഞു തന്നത് അതും ടീച്ചറുടെ തഫ്സീർ ക്ലാസ്സോ ഒന്നുമല്ല. അല്ലെങ്കിൽ കുറേ ടീച്ചർമാർ പറയുമ്പോൾ എല്ലാവരും ഇതിൽ നിന്നും നമ്മൾ എടുക്കുക, അതുമല്ല. ഇതിൽ എനിക്ക് എന്താണ് ഉള്ളത്. അപ്പം തദബ്ബുർ എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മൾ ഓരോ ആയത്തുകളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യലല്ല, ആ ആയത്ത് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ അനുവദിക്കലാണ്. ചില ആയത്തുകൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല, ആ രീതിയിൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യണം. അതിനനുവദിക്കലും കൂടിയാണ് തദബ്ബുർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിനൊക്കെ നമ്മളൊന്ന് സമയം കൊടുക്കണം, നമ്മളൊന്ന് നിർത്താൻ തയ്യാറാവണം. എന്തൊക്കെയോ നമ്മളെ തലയും ബ്രെയിനും ഒന്നും ഇല്ലാണ്ട് എന്തിന്റെയൊക്കെയോ പിന്നാലെ നാളെ അത് ചെയ്യുന്ന, നാളെ മറ്റന്നാൾ ഇത് ചെയ്യുന്ന കാര്യം ആലോചിക്കാണ്ട് ആനിലായിരിക്കുമ്പോൾ നമ്മളൊന്ന് സമയത്തിട്ട് അങ്ങോട്ട് നിർത്തി വെച്ചേക്കുക. ഇപ്പൊ ഞാൻ ഇത് എൻജോയ് ചെയ്യട്ടെ, ഓക്കെ, എന്നിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും. ചോറ് വെക്കണോ, എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും എന്തൊക്കെ ചെയ്യാനുണ്ടോ, വീട് അങ്ങനെ ആക്കാനുണ്ടോ, ഇനി ക്ലാസ്സിൽ എന്തെങ്കിലും വേറെ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടോ, നോട്ട് എഴുതാനുണ്ടോ, എക്സാം എഴുതാനുണ്ടോ, ഈവൻ തഫ്സീർ ക്ലാസ്സിൽ പഠിക്കാനുണ്ടോ, ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഞാനും ഈ ആയത്തുകളും അല്ലെങ്കിൽ ഈ പേജും അതിനുവേണ്ടി ഓരോരുത്തരും അവനവന്റെ അവസ്ഥകളിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ടൈം സ്ലോട്ട് കണ്ടെത്തുക, തുടങ്ങുക ഓരോരുത്തരും. പക്ഷെ എല്ലാവരും ഓക്കെ നിങ്ങൾ നാളെ മുതൽ രാത്രി മുഴുവനും ഇരുന്ന് തദബ്ബുറാക്കുക അങ്ങനെ പറയാൻ പറ്റൂല. കാരണം നമ്മൾ അത് ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ്, ആ ഒരു സ്ട്രെങ്ത്തും ആ ഒരു ഹാബിറ്റും ഒക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരും സീരിയസ് ആയിട്ട്, അതും ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത, നമ്മളൊന്നിനാലും ഡിസ്റ്റർബ് ചെയ്യപ്പെടാത്ത ഒരു സമയം ആയിരിക്കണം.
അപ്പൊ നമ്മൾ പറഞ്ഞത് തദബ്ബുർ എന്ന് പറഞ്ഞാൽ ആയത്തുകൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഒരു സൂറത്തിന്റെ ഗേറ്റ് ഇങ്ങനെ തുറന്ന് അതിന്റെ ഭംഗിയുള്ള പാടങ്ങളിലൂടെയൊക്കെ നടന്ന് ഓരോ പൂവിനെയും നോക്കി ഈ പൂവിനെ എന്നോട് എന്താ പറയാനുള്ളത് കേട്ട്, ഓക്കെ, ഈ ഒരു ദിവസം ഈ പൂവിന് എന്നോട് എന്താ പറയാനുള്ളത്, നാളെ വന്നു കഴിഞ്ഞാൽ ഇതേ പൂവ് എന്നോട് വേറെ എന്തോ പറയും, ഓരോ മാസം വരുമ്പം ഇതേ പൂവ് എന്നോട് വേറെ പലതും പറയും. സുബ്ഹാനല്ലാഹ്. അത് ഓരോ ആയത്തും ഒരേ വായനക്കാരില് ഒരേ പാരായണക്കാരില് പല സമയത്ത് പല രീതിയിൽ സംസാരിക്കും. ഇതിന്റെ അർത്ഥം ഖുർആനിലെ ഖുർആന്റെ അർത്ഥം ഡിഫറെന്റ് ആണെന്നോ മനുഷ്യന്മാരുടെ ഫീലിങ്സിനനുസരിച്ച് അർത്ഥം മാറുന്നു എന്നൊന്നും അല്ല കേട്ടോ. അത് നമ്മളെ ഓരോ ഡിഫറെന്റ് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും, ഡിഫറെന്റ് രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കും. നമ്മളെ ജീവിതത്തിന് അന്നത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അത് അപ്പൊ തരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കത് കൂടുതൽ മുമ്പ് വായിച്ചതിനേക്കാൾ മുമ്പ് പാരായണം ചെയ്തതിനേക്കാൾ കൂടുതൽ മീനിങ് ഫുൾ ആയി തോന്നും അപ്പത്തെ എന്റെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ. ഇപ്പൊ സൂറ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ, അത് നമ്മള് ഏത് അവസ്ഥയിലാണോ അതിനനുസരിച്ച് നമുക്കത് ഡിഫറെന്റ് ഫീലിങ്സ് തരും അല്ലെ. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ചിലരുടെ അഹങ്കാരം ഒന്നും നിൽക്കും, എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്ത് ആരെങ്കിലും രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തിൽ കൈയും കെട്ടിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാണ്ട് ഓട്ടോ പൈലറ്റ് മോഡിൽ മാലിക് യൗമിദ്ദീൻ പറയുകയാണെങ്കിൽ ഇതൊന്നും തോന്നൂല. പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ ആ അഹങ്കാരം അവിടെ നിൽക്കും അല്ലെ. തൊട്ട് മുന്നേ ആരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ മാലിക് യൗമിദ്ദീൻ, അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണല്ലോ എന്ന് ആലോചിക്കുമ്പം തന്നാലെ തൗബ വരും. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ആ മാലിക് യൗമിദ്ദീൻ കേൾക്കുമ്പോൾ അവരുടെ ഭയം മാറും. കാരണം ആരെങ്കിലും നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് നോക്കുക, നിന്റെ ആ കാര്യം ഞാൻ അങ്ങനെ ആക്കിത്തരാം, നീ നല്ലോണം അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വെറുപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂറ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ മാലിക് യൗമിദ്ദീൻ, അള്ളയാണ് ആ ദിവസത്തിന്റെ ഉടമസ്ഥനിലെ, ഇവരല്ല, എന്നെ എന്റെ റബ്ബ് നോക്കിക്കോളും, എന്റെ റബ്ബ് നീതിമാനാണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു പ്രതീക്ഷയും ആ ഒരു ഭയം മാറുന്ന ഒരു ഫീലിംഗ് ആണല്ലേ. ആൻഡ് വേറെ ചിലർക്ക് ഒരു വല്ലാതെ പ്രയാസത്തില് വല്ലാതെ പെയിൻ, ഈ ഒരു വേദന നിങ്ങൾക്ക് ഒരു മോചനം ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് മാലിക് യൗമിദ്ദീൻ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാവും അന്നത്തെ ദിവസം അല്ലെ എല്ലാ വേദനകളും മാറ്റി സന്തോഷങ്ങൾ തന്നെ തീരുമാനം എടുക്കുന്ന ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഡിഫറെന്റ് ഫീലിങ്സ് ആണ് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് ആളുകളൊക്കെ ആകെ ഷോക്കിലായിരുന്ന ആ ഒരു സാഹചര്യത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ആലിമ്രാനിൽ 144 ആയത്ത് പറയുന്നുണ്ടല്ലേ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ദൈവദൂതനല്ലാതെ ആരുമല്ല, ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പും ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇൻ മാത ഔ ഖുതില انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അറിയുക, അവൻ അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്തുകയില്ല. അതോടൊപ്പം നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും. നമുക്കറിയാം ആ ഒരു വിഷമമുള്ള സാഹചര്യത്തിൽ സഹാബാക്കൾ റിയാക്ട് ചെയ്തത് അല്ലെ. പക്ഷെ അവർ ഈ ഒരു ആയത്ത് കേട്ടപ്പം അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവര് ഈ ഒരു ആയത്ത് അബൂബക്കർ സിദ്ദീഖ് അപ്പൊ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അത് കേട്ടിട്ടേ ഇല്ല എന്നുള്ളത് പോലെയാണ്. അപ്പോഴാണ് അവർ അത് ആദ്യമായിട്ട് കേൾക്കുന്നത്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് ആദ്യമായിട്ട്, കാരണം ആ ഒരു മൊമെന്റില് അതുണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അത്രയും പെയിനിലായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനല്ലാതെ വേറെ ആരുമില്ല അല്ലെ. മുമ്പ് ദൂതന്മാർ വന്നു പോയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പിന്തിരിഞ്ഞ് ഓടുകയാണോ? അള്ളാഹു നിങ്ങൾക്ക് ഒരു ദ്രോഹം വരുത്താൻ പറ്റൂല, പക്ഷെ നന്ദി കാണിച്ചാൽ അള്ളാഹു പ്രതിഫലം നൽകുന്ന അപ്പം പറയുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് വേറെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോ ഫീലിങ്സ്, നമ്മൾ ഓരോ സാഹചര്യത്തിലും ഓരോ ആയത്തുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഭയങ്കരമാണ്. അതുപോലെ ഓരോ ആളുകളിലുള്ള അവരുടെ ക്വാളിറ്റി, ചരിത്രത്തിലുള്ള പല സംഭവങ്ങള്, അത് ഓരോ സമയത്തും നമുക്ക് വേറെ വേറെ കിരണങ്ങളാണ്, വേറെ വേറെ പ്രകാശത്തിന്റെ കിരണങ്ങളാണ് നമുക്ക് തരാം. അപ്പൊ ഈ കിരണങ്ങളെയൊക്കെ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് തദബ്ബുറിന്റെ ഡ്യൂട്ടി. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ താഹയിൽ
ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അതിനാൽ ബോധനമായി കിട്ടുന്നത് നീ നന്നായി കേട്ടു മനസ്സിലാക്കുക. ഇത് മൂസ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞല്ലേ, നമ്മളോട് എന്ത് പറയുന്നത് അല്ലെ? നമ്മൾ ഒരിക്കലും പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലെ. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ഭൂമിയിൽ ഇപ്പോ നിലനിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയവരില്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഭൂമിയിൽ നിലനിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശ്വാസികളാകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ബുദ്ധിയും അല്ലെ, സൗണ്ട് ആയിട്ടുള്ള ബുദ്ധി, മന്ദബുദ്ധികളൊന്നും അല്ല, അൽഹംദുലില്ലാ. ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് അല്ലെ. അപ്പം സൗണ്ട് ആയിട്ടുള്ള ബുദ്ധി തന്ന്, ഓർമ്മ, മനസ്സ് തന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒക്കെ പുറമെ അല്ലെ, ഈ ഖുർആനും അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും എത്തിക്കപ്പെടാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിനും ഒരു ഉദ്ദേശമുണ്ട്. റബ്ബിന്റെ വദൂദായ റബ്ബിന്റെ ഹിക്മത്തും തീരുമാനവും ഒക്കെ അനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഉദ്ദേശത്തോടു കൂടി നമ്മളെ ഇവിടെ അള്ളാഹു എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിന്റെ ഹിക്മത്തിന്റെ റിസൾട്ടാണ് നമ്മളെങ്കിൽ, അള്ളാഹുവിന്റെ ഹബ്ബത്തിന്റെ ബുദ്ധിന്റെ റിസൾട്ട് ആണ് നമ്മളെങ്കിൽ, മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞതുപോലെ നമ്മളെയും അള്ളാഹു എന്തോ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ആണ് ഇവിടെ ബാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിലേക്ക് ആ ഒരു ഉത്തരവാദിത്വം വരും. മൂസ അലൈഹി ഇസ്ലാമിനോടാണ് പറഞ്ഞതെങ്കിലും അള്ളാഹു അല്ലെ, അവതരിക്കപ്പെട്ടത് നീ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും ആ ഡ്യൂട്ടി വന്നു, അത് ശ്രദ്ധിക്കാൻ, അതറിയാൻ, അതിനെ ഇഷ്ടപ്പെടാൻ, അതിൽ പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങാൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പറഞ്ഞത് മൂസ അലൈഹി ഇസ്ലാമിനോടാണെങ്കിലും അല്ലെ. അപ്പൊ ആളുകളുടെ ക്വാളിറ്റികൾ പറയുമ്പോൾ, ചരിത്രത്തിലെ സംഭവങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യണം. അള്ളാഹിന്റെ വാക്കുകൾ അത് നമുക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണെന്ന് വിചാരിച്ച് അതിനെ അപ്രോച്ച് ചെയ്യാം. നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്, വെറുതെ വിചാരിക്കുന്നതല്ല. ഓക്കെ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കൂലേ അല്ലെ? നമ്മളെ സ്പെഷ്യലായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഇതില്ലേ ഇങ്ങനെയാണ് കേട്ടോ, ആ കാര്യം എങ്ങനെ കേട്ടോ, നീ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തോ ഭ്രാന്തായിട്ട് പറഞ്ഞിട്ട് പോയതാന്ന് വിചാരിക്കും. അത് നമ്മളിങ്ങനെ ആലോചിക്കുന്നാൽ എന്നോട് എന്തേക്ക് അയാൾ അത് അങ്ങനെ പറഞ്ഞത് അല്ലെ? ചിലപ്പോ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ അങ്ങനെ പറയാല്ലേ. അവർ ഇത്രയും ആളുണ്ടായിട്ട് എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞു, അത് എന്നോട് പറഞ്ഞാൽ കാര്യമുള്ളൂ എന്ന് അയാൾക്ക് അറിയുന്നതോട്ടാന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അഹങ്കാരത്തോടു കൂടി പറയാറില്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞതാ. അപ്പൊ ചിന്തിക്കുക, അതെന്തുകൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞത്, എന്നിട്ട് അത് നമ്മളെ ഹൃദയത്തിലോട്ട് അങ്ങോട്ട് എൻ്റർ ചെയ്യിക്കാം. നമ്മളെ വിഷമങ്ങളൊക്കെ ആദ്യം അതുകൊണ്ട് അങ്ങ് തുടച്ചു കളയാം. എന്നിട്ട് ഹൃദയത്തിനെ അങ്ങോട്ട് വിശാലാക്കാം. എന്നിട്ട് അത് ജീവൻ തരട്ടെ നമുക്ക്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതിലെ പേഴ്സണൽ മെസ്സേജ്, ഈ ഓരോ ആയത്തുകളിലുമുള്ള പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജ്, എനിക്കുള്ള മെസ്സേജ് റിസീവ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. എനിക്ക് വേണ്ടി എഴുതിയതാണെന്ന് മനസ്സിലാക്കുക. ഇനി പലപ്പോഴും പ്രവാചകന്മാരുടെ കാര്യം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലെ ആ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സഹജമായിട്ടുള്ള പല കാര്യങ്ങളെയും എടുത്തു പറയാറുണ്ട്. അവര് പ്രയാസങ്ങൾ നേരിട്ടത്, അവരുടെ ഇമോഷണൽ പെയിനിനെ കുറിച്ചും അവരുടെ നഫ്സിന്റെ പല കാര്യങ്ങളെ കുറിച്ചും, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിന്റെ ഭാഗമാണ്. കാരണം മലക്കുകളെ പോലെ ആയിരുന്നു അവരെങ്കിൽ അല്ലെ പ്രവാചകന്മാര്, നമ്മൾ അവരെ ജസ്റ്റ് അഡ്മയർ ചെയ്ത് അങ്ങ് മാറ്റി നിർത്തും അല്ലെ. കാരണം നമ്മൾ ഒരിക്കലും മലക്കുകളെ പോലെ ആവാൻ ശ്രമിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പ്രവാചകന്മാരുമായിട്ട് റിലേറ്റ് ചെയ്യൂല, നമ്മൾ അതുപോലെ ആവാൻ ആഗ്രഹിക്കൂല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു അവരിലെ മനുഷ്യ സഹജമായ പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നത് നമ്മളെ അവരെയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭയത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ഖുർആനിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പറയുമ്പം ശരിക്കും നമുക്ക് ഒരു വിശ്വാസിയുടെ ഭയം എന്ന് പറയുന്നത് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ മാറുന്നതല്ല എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലും. സുബ്ഹാനല്ലാഹ്. ചിലപ്പം വർഷങ്ങൾ എടുക്കും ആ ഭയത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രത്യേകിച്ച് ദീനിന്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ എന്താണോ നമ്മൾ ഫേസ് ചെയ്യുന്നത് അതിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ വർഷങ്ങൾ എടുക്കും. കാരണം പ്രവാചകന്മാർക്കും അങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് കാണാം. ഇപ്പൊ സൂറ
മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം വടി നിലത്തിട്ട് പാമ്പായ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ ഓടി എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ട്. അൽഖി അസാ, നീ നിന്റെ വടി താഴെയിടും. ഫലമ്മാ റആഹ തഹ്തസു കഅന്നഹ ജാന്നും ഫലാ മുദ്ബിറൻ വലം യുഅഖിബ്. അങ്ങനെ അതൊരു പാമ്പിനെ പോലെ പൊളയാൻ തുടങ്ങി. ഇത് കണ്ട മൂസ പിന്തിരിഞ്ഞോടി, തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. യാ മൂസ ലാ തഖഫ്, അള്ളാഹു പറഞ്ഞു, മൂസ പേടിക്കണ്ട. ഇന്നാ ലാ യഖാഫു ലദയ്യൽ മുർസലൂൻ, എന്റെ അടുത്ത് ദൈവദൂതന്മാർ ഭയപ്പെടാറില്ല. ഇതേ മൂസ അലൈഹി സ്വലാം പിന്നീട് ഫിറഔനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞത് ഉള്ളില് ഭയം തോന്നിയെന്ന സൂറത്ത് താഹയില് 67-ാമത്തെ ആയത്തില് മൂസക്ക് മനസ്സിൽ പേടി തോന്നി. ഈ സമയത്ത് മൂസ പേടിച്ച് ഓടിയിട്ടില്ല. അടുത്ത ഒരു സ്റ്റേജ് മൂസ അലൈഹി ഇസ്ലാമിന്റെ പേടിയുണ്ട്. ഇനി അടുത്ത സ്റ്റേജില് കടല് മുമ്പിലുള്ള സമയത്ത് സുബ്ഹാനല്ലാഹ് അല്ലെ, എല്ലാരും പേടിക്കുക. മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്നിലുള്ള എല്ലാരും പേടിച്ചിരിക്കണം. കാരണം ഫിറഔന്റെ ആർമി പിന്നാലെ വരുന്നുണ്ട്. പക്ഷെ അപ്പം മൂസ അലൈഹി ഇസ്ലാം ധൈര്യത്തോട് കൂടി ഒരിക്കലും ഇല്ല, എന്നോടൊപ്പം എന്റെ നാഥനുണ്ട്, അവൻ എനിക്ക് രക്ഷാമാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. അപ്പോഴേക്കും മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി, ഫേസ് ചെയ്യാൻ മാത്രം പാകമായി. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തിനെ പോലും ഒരു ഭയവും ഇല്ലാതെ നേരിടാൻ മൂസ അലൈഹി ഇസ്ലാം പാകപ്പെട്ടു അല്ലെ. പലപ്പോഴും നമ്മള് പ്രത്യേകിച്ച് സൂറത്ത് ബഖറയൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി വിഷമിപ്പിച്ച് ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ നന്നാവുന്നില്ലല്ലോ എന്ന് പറയുന്നത് നമ്മൾ തന്നെ, ഞാൻ തന്നെ എനിക്കൊന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. വേറൊരായത്തിൽ നമുക്ക് ആ ഒരു മാറ്റം അള്ളാഹു കൊണ്ടുവരും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭയത്തിനെ അള്ളാഹു മെല്ലെ 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 ഇല്ലാതാക്കി ട്രെയിൻ ചെയ്ത ഈ ഒരു രീതി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കും ആ ഒരു പ്രതീക്ഷയാണല്ലേ. അപ്പം പ്രവാചകന്മാരിലെ മനുഷ്യന്മാരെ പോലെയുള്ള വികാരങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രതീക്ഷയാണ്, നമുക്ക് മോട്ടിവേഷനാണ്. സുബ്ഹാനല്ലാഹ്. സൂറ യൂസുഫിലും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഇമോഷൻസിനെ കുറിച്ച് പലതവണ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് 24-ാമത്തെ ആയത്തില് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റഅ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അവൾ അദ്ദേഹത്തെ കാമിച്ചു, തന്റെ നാഥന്റെ പ്രമാണം കണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹം അവളെയും കാമിക്കുമായിരുന്നു. ആ ഒരു മനുഷ്യ സഹജമായ ഒരു ഫീലിംഗ് അള്ളാഹുവിന്റെ പ്രമാണം കണ്ടത് കൊണ്ടാണ് അതില്ലാതായിരുന്നത് അല്ലെ. അவ்விധം സംഭവിച്ചത് തിന്മയും നീചകൃത്യവും നാം അദ്ദേഹത്തിൽ നിന്ന് തട്ടിമാറ്റാനാണ്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിൽപ്പെട്ടവനത്രേ. പിന്നീട് യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, എന്റെ നാഥ, ഇവരെന്നെ ക്ഷണിക്കുന്നത് ഏതൊന്നിലേക്കാണോ അതിനേക്കാൾ എനിക്കിഷ്ടം തടവറയാണ്. ഇവരുടെ കുതന്ത്രം നീ എന്നിൽ നിന്ന് തട്ടിമാറ്റുന്നില്ലെങ്കിൽ ഞാൻ അവരുടെ കെണിയിൽ കുടുങ്ങി അവിവേകികളിൽ പെട്ടുപോയേക്കാം. സുബ്ഹാനല്ലാഹ്. അതുപോലെ മൂസ അലൈഹി ഇസ്ലാം കോപം അടക്കി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ കേട്ട സമയത്ത് ഖാലു ഇൻ യസ്രിഫ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി. ഇതൊക്കെ അദ്ദേഹം തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. എന്താണ്? സഹോദരൻ പറഞ്ഞു, അവൻ കട്ടുവെങ്കിൽ അവന്റെ സഹോദരനും മുമ്പ് കട്ടിട്ടുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ്. യൂസുഫ് അലൈഹി ഇസ്ലാം അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കണം, ആ ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ. അപ്പം ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒക്കെ ഖുർആൻ എന്തിനാണ് പ്രവാചകന്മാരെ കുറിച്ചും തുറന്നു കാണിക്കുന്നത്. അപ്പം നമ്മളുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെയുള്ള ഡിസയേഴ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അതൊന്നും തിന്മയാകുന്നില്ല. അങ്ങനെയുള്ള ഇമോഷൻസ് വരുന്നത്, ഇച്ഛകൾ വരുന്നത്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുമ്പം, ആ കൺട്രോൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് നമ്മൾ കാണിക്കുമ്പം സുബ്ഹാനല്ലാഹ് നമുക്ക് അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനെ കീഴൊതുങ്ങാനുള്ള. ഇനി മറിയം അലൈഹിസ്ലാമിന്റെ സാഹചര്യത്തിൽ കുട്ടി ജനിക്കുന്ന ആ ഒരു സമയത്ത് ശരിക്കും ഒരു പെണ്ണ് ഏറ്റവും വീക്ക് ആവുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പം ഒരു പുരുഷന് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞിട്ട്, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുരുഷന് പോലും ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യം എന്താണ്? വഹുസി ഇലൈകി ബിഖിദി നഖ്ല തുസാഖിത് അലൈകി റത്ബൻ ജനിയ. സുബ്ഹാനല്ലാഹ്. ആ ഈന്തപ്പന മരം ഒന്ന് നീ പിടിച്ചു കൊലുക്കുക, അതിന് നിനക്ക് പഴുത്തു പാകമായ പഴം വീഴ്ത്തിത്തരും. അതുപോലെ നൂഹ് അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഖമറിൽ 13-ാമത്തെ ആയത്തിൽ ഫഹമൽനാഹു അലാ ദാതി അൽവാഹിം വദുസർ.
നൂഹിനെ നാം പലകകളും കീലങ്ങളുമുള്ള കപ്പലിൽ കയറ്റി. അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കപ്പലൊന്നല്ല, കുറച്ച് പലകയും കുറച്ച് ആണികളും മാത്രമേ ഉള്ളൂ അല്ലെ. അത്രയും നാശകരമായിട്ടുള്ള ഒരു ഫ്ലഡിലാണ് അതിൽ കയറ്റിയിട്ട് രക്ഷപ്പെടുത്തുന്നത്. ശരിക്കും ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തീ തണുപ്പാക്കിയത്, മൂസ അലൈഹി ഇസ്ലാമിന്റെ കടല് പിളർത്തിയത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിലൊക്കെ വേറെ ചില ലെസൺസ് ഉണ്ട് അല്ലെ. അള്ളാഹു നമുക്ക് തന്ന കഴിവ്, നമുക്ക് എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള കഴിവ്, അത് നമ്മൾ ചെയ്യുമ്പം അള്ളാഹ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും നമ്മളുടെ ഹ്യൂമൻ എബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഈ പൊളിഞ്ഞ കപ്പലിൽ കയറിപ്പോയ എങ്ങനെ രക്ഷപ്പെടാനാ എന്ന് നൂഹ് അലൈഹി ഇസ്ലാം വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രസവിക്കാൻ നിൽക്കുന്ന ഞാൻ ഈ മരം പിടിച്ച് എങ്ങനെ കുലുക്കാനാന്ന് മറിയം അലൈഹി ഇസ്ലാം വിചാരിച്ചിരുന്നെങ്കിൽ അല്ലെ. അതുപോലെ നമ്മൾ സ്ഥിരം പറയുന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി, മൂസ അലൈഹി ഇസ്ലാം ഈ പാറന്റെ മേലേക്ക് അടിച്ചിട്ട് വെള്ളം വരുമെന്ന് മൂസ അലൈഹി ഇസ്ലാം വിചാരിച്ചിരുന്നെങ്കിൽ, അവരൊന്നും അവിടെ അള്ളാന്റെ കഴിവിനെ ലിമിറ്റ് ചെയ്തിട്ടില്ല, അവരുടെ കഴിവ് ഉപയോഗിച്ചു. അപ്പം അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് പല എന്താ പറയാ, നമ്മൾ ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ മാറി അള്ളാഹ് ചെയ്യാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യാന്നുള്ള ആ ഒരു ധൈര്യം അല്ലെ. നമ്മൾ പലപ്പോഴും ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ പറയും അല്ലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മേലെ ഒരു ബാധ്യതയുണ്ട്, നിങ്ങളിലേക്ക് ഒരു ആയത്തെങ്കിലും എത്തിയാൽ നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് അള്ളാഹ് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ എനിക്ക് കഴിവില്ല, എനിക്ക് അറിയില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് അതറിയില്ല, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോ, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, എനിക്ക് ഓർമ്മയില്ല, സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ അള്ളാന്റെ കഴിവിനെ അവിടെ ലിമിറ്റ് ചെയ്യും. പക്ഷെ ഇവരൊക്കെ ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമ്മൾ എന്താ ഉൾക്കൊള്ളണ്ടേ ചിന്തിച്ചാല്. അപ്പം നമ്മുടെ തദബ്ബുർ എന്ന് പറയുമ്പം നമ്മൾ ഖുർആനിൽ കണ്ടുമുട്ടുന്ന കുറെ ആളുകളുണ്ട് അല്ലെ, അവരെ നമ്മളായിട്ട് താരതമ്യം ചെയ്യാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കുറെ ഡിറൈവ് ചെയ്യാനുണ്ട്. അവര് നമ്മളിൽ നിന്ന് എത്രത്തോളം ഡിഫറെന്റ് ആണ്, അതേപോലെ അവർക്ക് റബ്ബ് കൊടുത്തെങ്കിൽ നമുക്കും തന്നൂടെ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ബഖറയില് 127 ആയത്തിൽ വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അല്ലെ കഅബയുടെ ഫൗണ്ടേഷൻ ഉയർത്തിയ സമയത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കൂടെ അദ്ദേഹം പറയാണ്, റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഉഹൈബ് ഇബ്നുൽ വർദ് റഹിമഹുല്ലാഹ് ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഇത് അള്ളാന്റെ ഖലീലാണ് അല്ലെ, അള്ളാന്റെ ഫ്രണ്ടാണ്, അള്ളാന്റെ ബൈത്ത് നിർമ്മിച്ച ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനാണ്. എന്നിട്ടും അദ്ദേഹം അള്ളാന്റെ അടുത്ത് നീ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് കരയുന്നു. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചറിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അദ്ദേഹത്തിന് ഇത് ഈ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര അങ്ങോട്ട് കോൺഫിഡൻസ് അല്ലെ, ഇത് ഞാൻ അത് ചെയ്തത് കൊണ്ടാണ്, അള്ളാഹു സ്വീകരിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത് തന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടേക്ക് നമ്മൾ സ്ഥാപിച്ചു നോക്കുക. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്യാവുന്നതിൽ ഏറ്റവും മഹത്തായ ഒരു കാര്യം ചെയ്തിട്ടാണ് ഇവിടെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനടുത്ത് യാചിക്കുന്നത്, റബ്ബേ സ്വീകരിക്കണേ. അതുപോലെ നമ്മുടെ പൂർവ്വ സഹാബാക്കളും സലഫുകളും ഒക്കെ ഈ മോശപ്പെട്ട ആളുകളെയും നല്ല ആളുകളെയും പറയുന്നിടത്തും അതും കമ്പയർ ചെയ്യുമായിരുന്നു. അതും അവരുടെ തദബ്ബുറിന്റെ ഭാഗമായിരുന്നു. അതായത് സൂറത്ത് ത്വാഹയില് 43-44 ആയത്തില് പറയുന്നുണ്ട്, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ ഇരുവരും ഫിർഔന്റെ അടുത്തേക്ക് പോവാൻ, നിശ്ചയമായും അവൻ അതിക്രമിയായിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, നിങ്ങൾ അവനോട് സൗമ്യമായിട്ട് സംസാരിക്കുക, ഒരു വേള അവൻ ചിന്തിച്ച് മനസ്സിലാക്കിയെങ്കിലോ, എങ്കിൽ ഭയന്ന് അവൻ അനുസരിച്ചെങ്കിലോ. യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് പറയായിരുന്നു, റബ്ബേ നിന്റെ ഒരു കാരുണ്യം, അത് അന റബ്ബുക്കുമുൽ അഅ്ല അല്ലെ, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു നടന്ന ഫിർഔന്റെ അടുത്ത് നീ കാണിക്കുന്ന ഒരു കാരുണ്യം. സുബ്ഹാനല്ലാഹ്. എന്താ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞത്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ അവനോട് സൗമ്യമായി സംസാരിക്കുക. അപ്പൊ ഞാൻ തന്നെ റബ്ബാണെന്ന് പറഞ്ഞ ഫിർഔന്റെ അടുത്ത് നീ കാണിക്കുന്ന ഒരു കാരുണ്യം എന്താണ്? അപ്പൊ നീ റബ്ബാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഞങ്ങൾക്ക് നീ എന്തുമാത്രം കാരുണ്യാണ് തരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആനെ എപ്പോഴും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, ഖുർആനിലെ ആളുകളെ നമ്മളെ കമ്പയർ ചെയ്യുക, അവിടെ നമ്മളെ കൊണ്ടുവരാം.
നമ്മളെ ജീവിതം മുഴുവനും മനസ്സിലാക്കിയ ഏറ്റവും നല്ല ഒരു സുഹൃത്തായിട്ട് ഖുർആനെ കാണാം. അപ്പൊ ഖുർആൻ നമ്മളിലേക്ക് പലതും റിഫ്ലക്ട് ചെയ്യും. നമ്മൾ നമ്മളെ ജീവിതത്തിനെ കുറിച്ച് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത പല കാര്യങ്ങളും ഖുർആൻ നമ്മളിലേക്ക് കാണിച്ചു തരും. നമുക്ക് വേണ്ട സ്ട്രെങ്ത് തരും, കംഫർട്ട് തരും, ഉപദേശം തരും, മുന്നറിയിപ്പുകൾ തരും. സുബ്ഹാനല്ലാഹ്. അപ്പം സ്വന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കുക. അങ്ങനെയാണ് ഖുർആന്റെ മെസ്സേജിനെ നമ്മൾ പേഴ്സണലൈസ് ചെയ്യുന്നത്, എന്നിലേക്ക് ആക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് നമ്മളെ കുറിച്ചുള്ള അറിവ് പോലും ഖുർആന് തരാൻ പറ്റും. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ തെറ്റായ തദബ്ബുറിനെ കുറിച്ചും നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം. അതായത് പലപ്പോഴും ഖുർആനിനെ നമ്മൾ സമീപിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വിശ്വസിക്കുന്ന കാര്യത്തിന് കൺഫർമേഷന് വേണ്ടി നമ്മൾ ഖുർആനെ സമീപിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ശരി, ഇതിന്റെ കൺഫർമേഷൻ ഖുർആനിൽ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ ഖുർആനെ തദബ്ബുർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ വഴിതെറ്റിക്കുന്നു. അതുകൊണ്ട് അതിനെ കുറിച്ച് പ്രത്യേകം ഓർക്കുക. അതുപോലെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഖുർആനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. മുൻകാല സലഫുകൾ അവരുടെ സ്റ്റുഡൻസിനെ വാൺ ചെയ്യുമായിരുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഹിദായത്തിന്റെ, ഈ ഒരു സീക്രട്ട് ആയിട്ടുള്ള പരിശുദ്ധമായ അറിവിന്റെ ഒരു തുള്ളിയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു എന്താ ടെസ്റ്റ് ചെയ്യാം? അവൻ ആ കാര്യം, അതായത് അവൻ പഠിച്ച കാര്യം ചെയ്യാനാണോ ശ്രമിക്കുന്നത്, അതോ അതിനേക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ ശ്രമിക്കുന്നത്? അവൻ നമ്മൾ എത്രത്തോളം അത് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രത്തോളമാണ് അതിന്റെ ശരിക്കുള്ള ഇൽമ നമ്മളിലേക്ക് എത്തിക്കുക. നമ്മൾ കുറേ പറയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് തോന്നും, ഓ എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ അള്ളാഹു അതിന്റെ ശരിയായ നിധികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കളയും. കാരണം നമ്മളെ ആത്മാർത്ഥത റബ്ബിനെ അവിടെ മനസ്സിലാവുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ സംസാരിക്കാനാണ് ഖുർആനിലുള്ള ഈ പരിശുദ്ധമായ അറിവുകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ടെസ്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രവർത്തിക്കാനാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതും അള്ളാഹു നമുക്ക് തുറന്നു കാണിച്ചു. കാരണം നമുക്ക് പ്രവർത്തിക്കാനാണെങ്കിൽ കൂടുതൽ കൂടുതൽ അറിവുകൾ നമ്മൾ കൂടുതൽ മെച്ചമായി പ്രവർത്തിക്കാൻ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടും. അവന്റെ എളുപ്പം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള എളുപ്പമാണ്. അള്ളാഹു ആ എളുപ്പം അവന് തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. റോങ് ആയിട്ടുള്ള തദബ്ബുറിലേക്ക് ചെന്നപ്പെടുക എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് തദബ്ബുർ എന്ന് പറയുന്നത് നമുക്ക് പ്രവർത്തിക്കാനല്ലാതെ സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശം, സംസാരിക്കുക എന്ന് പറയുമ്പോൾ വാദപ്രതിവാദം നടത്താൻ, മറ്റുള്ളവരെ തിരുത്താൻ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ആക്കാൻ, അങ്ങനെ, അതായത് അതാണ് മെയിൻ. അതും നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ആളുകളെ തിരുത്തണം, സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ അത് മെയിൻ ആയി മാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റോങ് തദബ്ബുറിലേക്ക് എത്തും. നമ്മളിത് തുടങ്ങുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം. എങ്ങനെയാണ് ഈ അറിവ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മനസ്സിലാക്കുന്നത് എന്തിനാ? പ്രവർത്തിക്കാൻ. അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള ട്രഷേഴ്സ് നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ എല്ലാവരും സോറി പറയാണ്. എന്റെ കണക്കുകൂട്ടലൊന്ന് തെറ്റിയിട്ടുണ്ട്. ഞാൻ 4 ക്ലാസ്സിൽ തീർക്കാന്ന് വിചാരിച്ചതാണ്. ഇനിയും 2-3 ക്ലാസ്സുകൾ ഉണ്ടെങ്കിലേ ഇത് തീർക്കാൻ പറ്റുള്ളൂ. പ്രയാസാവില്ല എന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത 2 ദിവസം പറ്റുമെങ്കിൽ ശനിയും ഞായറും കൂടെ തന്നെ എടുക്കും. നോക്കട്ടെ എങ്ങനെയാണ് പ്ലാൻ. ഞാൻ എന്തായാലും അറിയിക്കാം ക്ലാസ്സുകളുടെ പ്ലാനൊക്കെ ഇൻഷാ അല്ലാഹ്. ഒന്നും ഒഴിവാക്കാൻ തോന്നുന്നില്ല. കാരണം ഓരോന്നിനും ഗുണമുണ്ട്. അൽഹംദുലില്ലാഹ് എനിക്ക് കിട്ടിയ ഗുണം നമുക്ക് എല്ലാവർക്കും വേണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതൊക്കെ. അപ്പം 2-3 ക്ലാസ്സുകൾ ഉണ്ടാവും. പരമാവധി പെട്ടെന്ന് തീർക്കണം. കാരണം അടുത്ത ആഴ്ചയൊക്കെ വേറെ പല കാര്യങ്ങളുമായിട്ട് തിരക്കിലായതുകൊണ്ട് ഒരുപാട് നീട്ടാനും പറ്റൂല ഇൻഷാ അല്ലാഹ്. അപ്പം ക്ലാസ്സുകൾ അറിയിക്കാം. പറ്റുന്നവരൊക്കെ ലൈവിൽ കയറാം. അല്ലാത്തവര് റെക്കോർഡിംഗ് ആയിട്ടെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനുള്ള, തദബ്ബുർ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.